അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. നമ്മുടെ വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അനുഗ്രഹീതരായ പണ്ഡിത മഹത്തുക്കൾ, ജംഇയ്യത്തുൽ മുദരിസീന്റെ ബഹുമാനിതരായ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ, നമ്മുടെ ഈ സദസ്സ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിർഭരമാക്കിയ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസംഗം എമ്പാടും കേട്ട് മടുത്തു നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നസറലി വൈസ് സൂചിപ്പിച്ച അവസാനത്തെ ഭക്ഷണമാണ് ഇനി നമ്മുടെ ഏക പ്രതീക്ഷ. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് അധിക സമയം കളയാതെ നമ്മുടെ ഈ വിഷയത്തിന്റെ മർമ്മം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എനിക്കറിയാം നിങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ പ്രഗത്ഭരും പ്രതിഭാസമ്പന്നനുമായ മുദരിസീങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ സമത്വത്തെക്കുറിച്ചും അതിന്റെ പന്ഥാവിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായൊരു ദിശാബോധം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൂടുതൽ പറയാതെ പ്രധാനപ്പെട്ട ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ടെന്റെ വിഷയം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് ആലപ്പുഴയിൽ അരങ്ങേറുകയാണ്. അതിന്റെ മുദ്രാവാക്യമാണ് സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്നത്. അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, നിങ്ങളിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെടാൻ കാരണം ഒന്നാമത്തേത്, നിങ്ങൾ ഇന്നിവിടെ വന്ന് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ലഭ്യമായി കഴിഞ്ഞു. അതായത് ഒരു മുതഅല്ലിമിനുണ്ടാകേണ്ട സംസ്കാരം, ഒരു മുതഅല്ലിമിനുണ്ടാകേണ്ട സവിശേഷത. സത്യത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടാകും. എങ്കിൽ പോലും നമ്മുടെ മഹാന്മാരായ സമത്വയുടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ, എം.ടി. ഉസ്താദ്, ബാപ്പു മുസ്ലിയാർ പോലുള്ള ആളുകൾ നിങ്ങളെ ധരിപ്പിച്ചു. അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ പടച്ചറബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം ഞാൻ നിങ്ങളിൽ ഒരുവൻ എന്ന രീതിയിൽ അത്തരമൊരു ഉപദേശം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നില്ല. അത് നൽകേണ്ടവർ നൽകിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അടിവരയിടുന്നു. ഒന്നാമതായി നിങ്ങളിൽ ഉണ്ടാകേണ്ട ഗുണം ഒരു മുതഅല്ലിമിന്റെ ഗുണമാണ്, ഒരു മതപണ്ഡിതന്റെ ഗുണമാണ്. കാരണം നമ്മൾ സമൂഹത്തിന് മാതൃകയാണ്. നമ്മളെ കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നത്. അവ നമ്മിൽ വരുന്ന ചെറിയ വീഴ്ചകൾ പോലും ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് പരമാവധി വീഴ്ച പറ്റാതെ, തെറ്റിദ്ധാരണകൾക്ക് ഇടം നൽകാതെ സംശുദ്ധമായ ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദഅവത്ത്. അതിനേക്കാൾ വലിയൊരു ദഅവത്ത് വേറെ ഇല്ല. ഇന്ന് മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഡിഗ്രി ഉള്ളവരും PhD ഉള്ളവരും ഒരുപക്ഷെ PhDക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടോ? പഴയ കാലഘട്ടത്തിലെ മുതഅല്ലിമീങ്ങളല്ല ഇന്നുള്ളത്. ഇന്നത്തെ മുതഅല്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ പഴമയിലേക്ക് മടങ്ങുകയാണ്. ഇതുപോലെ ശംസുലമയെ പോലെ. ശംസുലമ പണ്ട് പട്ടിക്കാട്ടേക്ക് പോകുമ്പോ പെരിന്തമണ്ണ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കടയിൽ പോയിട്ടൊരു പത്രം ചോദിച്ചപ്പോ മലയാള പത്രമൊക്കെ തീർന്നുപോയി, ഇംഗ്ലീഷ് പത്രമേ ഉള്ളൂ എന്ന് കുട്ടി പറഞ്ഞല്ലോ. അത് വാങ്ങാനാണ് ഞാൻ വന്നതെന്നാ ഷെയ്ഖുന പറഞ്ഞത്. അതിനായിട്ട് പോയത്, ഇംഗ്ലീഷാ വേണ്ടത്. ആ ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുതഅല്ലിമീങ്ങൾ ആർജിച്ചിരിക്കുന്നത്. എന്നാൽ മതപരമായ അറിവിൽ റുസൂഖുള്ള പണ്ഡിതന്മാരെ ഇനിയും നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. അത് വളർത്തിയെടുക്കാനുള്ള കഠിനമായ ശ്രമം ദർസുകളിൽ നടക്കണം. അത് നടക്കട്ടെ. അതിന് നിങ്ങളുടെ പിന്തുണയുണ്ടാകണം, പിൻബലമുണ്ടാകണം. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദർശബോധമാണ്. നമ്മുടെ സംഘടനാപരമായ ഒരു ആദർശബോധം, ആശയപരമായ ആദർശബോധം, രണ്ടും നിങ്ങൾക്ക് വേണം. ആശയപരമായ ആദർശബോധം ഉണ്ടായിട്ട് കാര്യമില്ല, സംഘടനാപരമായ ആദർശബോധം തന്നെ വേണം. നമ്മൾ ഈ സംസാരിക്കുന്ന ആശയം എന്ന് പറയുന്നത് നമുക്കറിയാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരൂപം നമ്മളിവിടെ പറയുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. സമത്വക്കൊരു പുതിയ ആശയമില്ല. ഒരു പുതിയ ആശയം സമത്വ ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പുതിയ പ്രവർത്തന രീതികൾ സമത്വക്കുണ്ട്. പക്ഷെ സമത്വ മുന്നോട്ട് വെക്കുന്ന ആശയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യ സ്വഹാബത്തിന് എന്ത് പഠിപ്പിച്ചു കൊടുത്തു, അത് തന്നെയാണ്. അതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പഠിച്ചതും പകർത്തിയതും വളർന്നു കൊണ്ടുപോയതും. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പഴയകാല ചിത്രവും അങ്ങനെ തന്നെ. കേരളത്തിലെ ഇസ്ലാമിക ചരിത്ര പാരമ്പര്യം പരിശോധിച്ചാൽ വളരെ നേരത്തെ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട്.
അന്നൊക്കെ കേരളീയരായ മുസ്ലിങ്ങളുടെ സ്വഭാവം, സവിശേഷത, പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് മഹാന്മാരെ അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമുള്ള ഒരു ദീനീ പ്രബോധന പ്രവർത്തനമാണ്. എത്രത്തോളം മുസ്ലിങ്ങൾ അന്ന് ആത്മീയ നായകന്മാരെ കൃത്യമായി ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ ആ തർക്കം പരിഹരിക്കാൻ അവർ മഹാന്മാരുടെ പേര് വരെ ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ചരിത്രത്തിൽ നിന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ എഴുതിയ ചരിത്രമല്ല, സമസ്തക്കാരെഴുതിയ ചരിത്രമല്ല. കേരളത്തിന്റെയും അതുപോലെ മലബാറിന്റെയും മുസ്ലിം ചരിത്രം ശരിക്കും എഴുതി വെച്ച പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽപ്പെട്ട ഇബ്നു ബത്തൂത്തയെ പോലുള്ള മുസ്ലിങ്ങൾ ഒഴിവാക്കിയാൽ അതേ തുല്യമായ ചരിത്രം എഴുതിയ ചില ഇംഗ്ലീഷ് ചരിത്രകാരന്മാരുണ്ട്. അതിൽപ്പെട്ട പ്രഗത്ഭനാണ് സർ വില്യം ലോഗൻ. ലോഗന് ശേഷം പിന്നെ ചരിത്രം മനോഹരമായി എഴുതിയ ആളാണ് സർ മില്ലർ. മില്ലറുടെ പുസ്തകം വായിച്ചാൽ കാണാൻ കഴിയും അതൊരു വാചകം: ബൈ ദ ഫൂട്ട് ഓഫ് മമ്പുറം തങ്ങൾ ഈസ് എ സേക്രഡ് സീൽ ടു എ മാപ്പിള കോൺട്രാക്ട്. എന്താണ് വാചകം? ബൈ ദ ഫൂട്ട് ഓഫ് മമ്പുറം തങ്ങൾ, മമ്പുറത്തെ തങ്ങളെ കാണാനേ എന്നതിന്റെ അർത്ഥം. സമീർ പോലെ ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിലേക്ക് മമ്പുറത്തെ തങ്ങളെ കാലാണ് എന്ന് പറഞ്ഞാൽ ഇസ് എ സേക്രഡ് സീൽ ടു എ മാപ്പിള കോൺട്രാക്ട്. ഒരു മാപ്പിള മറ്റൊരു മാപ്പിളയുടെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് മുമ്പിൽ വെക്കുന്ന ഒരു പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ഒരു കരാറാണ്. ഉദാഹരണമായി 10 രൂപ ഒരാൾ കൊടുക്കാണ്ട് തീരുമാനിച്ചു. രണ്ടാൾ തമ്മിൽ തർക്കിച്ചു, ഞാൻ എന്റെ 10 രൂപ തന്നു, മറ്റോ പറഞ്ഞ് തന്നില്ല. അപ്പൊ ഇവൻ പറയണം മമ്പുറത്തെ തങ്ങളെ കാലാണേ ഞാൻ പൈസ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടൂല. എന്താ കാരണം? അങ്ങനെയാണ് അന്നത്തെ മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ അവരുടെ പ്രാർത്ഥന ഓ മൊഹീദ്ദീൻ ഷെയ്ഖ് സേവ് മീ. ഞാനല്ലത് പറഞ്ഞ സമത്തക്കാരല്ല, മില്ലറ പറഞ്ഞത്. മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നത് വാസ് എൻ എജാക്കുലേറ്ററി പ്രയർ. എജാക്കുലേറ്ററി പ്രയർ എന്ന് പറഞ്ഞാൽ കുടുങ്ങുമുള്ള പ്രാർത്ഥന, ഇടങ്ങാറാവുമ്പോൾ പെട്ടെന്നുള്ള പ്രാർത്ഥന. റിഫ്ലക്സേഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി കൈ തീ തൊട്ട പെട്ടെന്ന് വലിക്കുമല്ലോ അറിയാതെ, അത് ആലോചിച്ചിട്ട് വലിക്കുമല്ലോ, വലിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും വിവരം പൊട്ടനല്ലെങ്കിൽ എന്ന പോലെ എജാക്കുലേറ്ററി പ്രയറാണത്. ഇത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇത് തെളിയിക്കുന്നു? അന്നത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവം, പ്രവർത്തനം, ജീവിതം അങ്ങനെയാണ്. മാത്രമല്ല അയാളൊരു കാര്യം കൂടി എഴുതി: ശാസ്ത്രം വളർന്നിട്ടും ശാസ്ത്രം ഉയർന്നിട്ടും ദ ത്രോങ്സ് ഔട്ട്സൈഡ് ഓഫ് ദ തങ്ങൾസ് ഹൗസ്, തങ്ങന്മാരുടെ വീട്ടിന്റെ പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് ഇസ് എ സ്ട്രോങ് റെസിഡ്യൂൽ ഫാക്ട് ഓഫ് മാപ്പിളാസ് ഇൻ റെസ്പെക്ട് തങ്ങൾസ്. ഈ തങ്ങന്മാരുടെ കഴിവിലുള്ള മാപ്പിളമാരുടെ അടിയുറച്ച വിശ്വാസമാണ്. അങ്ങനെ തന്നെ മില്ലർ എഴുതിയതാ. അപ്പൊ അങ്ങനത്തെ ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതായിരുന്നു കേരളം പഠിച്ചത്. അതിന് വിരുദ്ധമായി പിന്നെ നമ്മുടെ കേരളത്തിൽ ആശയം കൊണ്ടുവന്ന ആരാ? അതിന് വിരുദ്ധമായി നമ്മുടെ കേരളത്തിൽ ആശയം കൊണ്ടുവന്നത് സത്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ ബിദ്അത്ത് വന്നപ്പോഴാണ്. നിങ്ങൾ ചരിത്രവും കണക്കൊന്ന് പഠിച്ചോ. ഇതിന് 991 മഖ്ദൂം രണ്ടാമൻ മരിച്ചിട്ടുണ്ട്. അവിടുന്ന് 921 കണക്കൂട്ടിയാൽ ഒരു 3 നൂറ്റാണ്ടുണ്ടാവും. 300 ചില്ലാനം കൊല്ലം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമല്ല. നമ്മുടെ ആദർശം ശരിക്കും മഖ്ദൂമികൾ പഠിപ്പിച്ചത്, മാലിക് ബിൻ ദീനാർ തങ്ങൾ പഠിപ്പിച്ചത്, പൂർവികർ പഠിച്ചത് അങ്ങനെ തന്നെ നടന്നു. പിന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഈ അഭിപ്രായ വ്യത്യാസം വരുന്നതെന്ന ആകർഷകമായ മുദ്രാവാക്യം ഒരു ഭാഗത്തും, അപകടകരമായ പ്രഖ്യാപനങ്ങൾ മറുഭാഗത്തും. അപകടകരമായ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മുശ്രിക്കാക്കി, നമ്മളൊക്കെ ദീനിന്ന് പുറത്താക്കി, വലിയ ഗൗരവമുള്ള കാര്യമില്ലേ? ആകർഷകമായ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കെട്ടിരിക്കാൻ പെട്ടെന്ന് കൗതുകമുള്ള മുദ്രാവാക്യം പറയാം. ഉദാഹരണം, ഒരു കവലയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ പറയും, നമ്മളിപ്പോ വെള്ളിയാഴ്ച കുറച്ചു നേരം പള്ളിയിൽ ചെന്നിരിക്കുമ്പോ ഒരാളിങ്ങനെ പുസ്തകം നോക്കി ഒരു കുത്തുബോധിട്ട് എന്താ കാര്യമുള്ളത്? മലയാളത്തിൽ പറഞ്ഞാൽ എന്തോ ഒരു രസം ഉണ്ടാവും. കേൾക്കുന്ന കുട്ടികൾ വിചാരിക്കും നിങ്ങളെപ്പോലല്ല, ആഴത്തിൽ മതവിവരമില്ലാത്ത ആൾക്കാർ വിചാരിക്കുന്നത് ആ പറഞ്ഞതിന് കാര്യമുണ്ട്. പൊതുവെ നമ്മുടെ സ്വഭാവം എല്ലാവർക്കും വിരിക്കും, എല്ലായിടത്തും വായും പൊളിച്ചേക്കും. എന്നിട്ട് പറയും അയാൾ കാര്യം തിരിച്ച് കുട്ടിക്കഥ ഉഴപ്പാം. രണ്ട് കുത്തുപാണ്. അത് ഖതീബ് ക്ഷീണിച്ചിട്ടിരിക്കല്ല, ആരോഗ്യമുള്ള കാര്യം പോയി കുത്തുമ്പോ ഒറ്റടി കോതി തീർക്കാൻ പറ്റുമല്ലോ. അതിനൊക്കെ നിബന്ധനയില്ലേ?
അതുകൊണ്ട് കുത്തുബ എന്ന് പറയുന്നതിന്റെ ആശയം ഇത്തിബായ് സലഫി വൽ ഖലഫ് എന്ന് പറഞ്ഞ പൂർവികരെ പിൻപറ്റിക്കൊണ്ട് അത് അറബിയിലെ പറ്റൂ. ഇത് സമത്ത പറയണ്ടേ? അത് പറയാനാ സമത്ത വന്നത്? ഇതാണ് സമത്ത പറഞ്ഞത്? എന്ന പോലെ ആകർഷിക മുദ്രവാക്കിയിട്ട് വരും. പെണ്ണുങ്ങൾ സമൂഹത്തിന്റെ അർദ്ധപകുതിയാ. എന്താ പെണ്ണുങ്ങൾക്ക് ജുമയ്ക്ക് പോയിക്കൂടെ? വെള്ളിയാഴ്ച പള്ളിക്ക് പോയിക്കൂടെ? ഇന്നൊരു ചർച്ച പൊതുസമൂഹം ഏറ്റെടുക്കും. സാധുക്കൾ അവരെന്താ പറയാ? പെണ്ണുങ്ങൾക്ക് പള്ളി പ്രവേശിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പെണ്ണിന് പള്ളി പ്രവേശിക്കാം, പക്ഷെ ജുമഅത്തിന്റെ ജമാഅത്തിന് പെണ്ണ് പോകണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ജമാഅത്തുകൾക്ക് പെണ്ണ് പള്ളിയിൽ പോകണ്ട എന്ന് പറയാൻ കാരണം ഈ പ്രവർത്തനം കൂലി കിട്ടാനുള്ള പണിയാണ്. കൂലി കിട്ടാനുള്ള പണി ഇത് പഠിപ്പിച്ച ആളുകളാണ് പറയേണ്ടത്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു ചെന്ന് പെണ്ണ് ചോദിച്ചു, ഞാൻ നിസ്കരിക്കാൻ വരട്ടെ മദീനത്തെ പള്ളിയിൽ? നബി തങ്ങൾ എന്താ മറുപടി വന്നത്? ലഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഅി, അനക്കെന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കറിയാം. പക്ഷെ എന്നെ നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ലത് എന്റെ പള്ളിയിൽ എന്റെ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ നിന്റെ കൗമിന്റെ പള്ളിയിലാ. അതിനേക്കാൾ നല്ലത് നിന്റെ വീട്ടിന്റെ കോലായില. അതിലും കൂലി വേണോ നിന്റെ വീട്ടിന്റെ ഉള്ളറയില. ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടൊരു പെണ്ണിന് സംശയം ഉണ്ടായി. ആ പെണ്ണ് അസ്മാ ബിൻത് യസീദ്, ഏറ്റവും ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള ഹദീസ് മനപ്പാഠം പഠിച്ചൊരു പെണ്ണ. ആ പെണ്ണ് വന്ന് നബി തങ്ങളോട് ചോദിച്ചു, ദഹബ റിജാൽ ബിൽ ഫദ്ലി വൽ ജിഹാദ്, ആണുങ്ങൾ കൂലിയൊക്കെ കൊണ്ടേലെ നബിയെ? ജിഹാദിനും പോയി, നിസ്കാരത്തിനും പോയി, ഒക്കെ പോയി. ഫമാലന അമറുൻ നുദ്രികു ബിഹി അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുന്ന യോദ്ധാക്കൾ കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? അപ്പൊ നബി തങ്ങൾ പറഞ്ഞെന്താ? ഈ പേടിക്കണ്ട, ഇന്ന ത്വാഅത സൗജി വഅ്തിറാഫൻ ബിഹഖിഹി, ഭർത്താവിന്റെ അവകാശ ബാധ്യതകളൊക്കെ നിർവഹിച്ച് നീ നിലകൊണ്ടാൽ യഅ്ദിലു ദാലിക, ആ കൂലി നിനക്കും കിട്ടും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നമ്മളോടെങ്ങാനത് പറഞ്ഞിന് പള്ളിക്ക് ഇറങ്ങാറായി നമ്മൾ പോവാ, പെരേന്ന് മുസല്ലിട്ട് നിസ്കരിച്ച് കഴിച്ചിലാവില്ലേ? ഇത് സ്ത്രീകൾക്ക് അവകാശമായിട്ട് കൊടുത്താ. അപ്പൊ പിന്നെ വെറുതെ ഇടങ്ങാറായി വന്നിട്ട് പറയുന്നത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹിന്റെ അടിമ സ്ത്രീകൾക്ക് പള്ളി തടയരുത്. അത് എന്തിനു പറഞ്ഞു, എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? ഒരു ഹദീസ് പറയുമ്പോ അത് എന്തിനാണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, എന്താണ് എന്റെ വ്യാഖ്യാനം, അതിനൊരുപാട് കാര്യം പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് നിദാനശാസ്ത്രം അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ഈ ഹദീസിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്, അത് മസ്ജിദുൻ നബവിയിൽ, ആ മസ്ജിദുൽ ഹറാമിൽ ആ ഫരീളത്തുൽ ഹജ്ജിന് വരുന്ന പെണ്ണുങ്ങൾക്ക് പള്ളി തടയരുതെന്നേ അർത്ഥമുള്ളൂ. അത് മസ്ജിദുൽ ഹറാമിന് ഖാസാണ്. കാരണം കഅബ പള്ളിന്റെ ഉള്ളിലാണ്. അപ്പൊ ഒരു പെണ്ണിന് ഹജ്ജ് ചെയ്യണേ പള്ളിന്റെ ഉള്ളിൽ വരണം, അവിടെ തടേണ്ടതാണ്. അല്ല നാട്ടുകാർ മുഴുവൻ പള്ളിക്ക് പോകാനുള്ള ഹുക്കുമല്ലത്. അതൊരു ഹദീസ് പറയുമ്പോൾ അതിന് ചരിത്രത്തിൽ ഒരുപാട് ഹദീസുകളുണ്ടല്ലോ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറി ചെന്നപ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു, വല്ലതും കഴിക്കാണ്ട് ആയിഷ? ഒന്നുമില്ല നബിയെ. പിന്നെന്താണ്? ഉണക്കറൊട്ടിണ്ട്, അങ്ങനെ ഉണക്കറൊട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തിനു കറി ഉണ്ടോ ചോദിച്ചു. ഒരു കറിയില്ല, സുർക്ക മാത്രമേ ഉള്ളൂ. ഒരു വിഷമുണ്ടല്ല പറിച്ചില്ലേ, കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ സുർക്ക മാത്രമേ ഉള്ളൂ, ഉണക്കറൊട്ടി. അപ്പൊ ഒരു വിഷമം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിഅ്മൽ ഉദ്മു അൽ ഖല്ലു, സുർക്ക നല്ല കറിയാണ്. ഇതൊരു ഹദീസാ. ഇത് നിങ്ങളാണ് മനപ്പാടാക്കിയിട്ട് എല്ലാവരും കൂടെ സുർക്ക കൂട്ടിയാൽ ദർസിന് ആശുപത്രി പോകാനേ നേരം ഉണ്ടാവുള്ളൂ. അത് നാട്ടുകാർക്ക് സുർക്ക കൂട്ടാനുള്ള ഹദീസല്ല. അതെന്തിനാ? അത് ആയിഷ ബീവിനെ സോപ്പിടാനുള്ള ഹദീസാണ്. എന്ന പോലെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് എന്നുള്ള പെണ്ണൊക്കെ കൂടി പള്ളി പോകാനുള്ള ഹദീസല്ല. അതൊരു വിഷയം. പിന്നെ അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിബുദ്ധിമാന്മാര്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ സുർക്ക എന്താ കുടിച്ചാൽ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല ബിസ്മില്ലി വിഷം കുടിച്ചിട്ടൊന്നും പറ്റിയില്ല. ആരാധി ഖാലിദ് മുത്താലിമുണ്ടെങ്കിൽ കുടിച്ചോട്ടെ, നിങ്ങൾ ഇടപെടണ്ട, ഞാനതിന് ഇടപെടുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത് നാട്ടുകാരോട് മുഴുവൻ സുർക്ക് കുടിക്കാനല്ല. എന്നപോലെ നാട്ടുകാരോട് പെണ്ണുങ്ങൾ മുഴുവൻ പള്ളിക്ക് പോകാനല്ല. അപ്പൊ ഹദീസിന്റെ നിദാനശാസ്ത്രം, അതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ ശൈലി എല്ലാം പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾ അതല്ലേ പഠിക്കുന്നത്? അതാണ് നമ്മൾ പഠിച്ചിട്ട് വിഷയം പറയണം എന്ന് പ്രത്യേകമായി പറയുന്നത്. ഇല്ലെങ്കിൽ എന്താകും? മഹാ അപകടം വരും. പണ്ട് തമാശക്ക് പറയാറുണ്ടല്ലോ, അറബി ഭാഷ നന്നായി പഠിച്ച് ഡിഗ്രിയും PG യും PhD യും എടുത്തൊരു കുട്ടി ഗൾഫ് പോയി കച്ചവടം തുടങ്ങി. കഥകളികൾ ഇവൻ ഗൾഫ് പോയി കച്ചവടം തുടങ്ങി. കച്ചവടം പൊടി പൊടിച്ചു. അറബി വന്നിട്ട് സാധനം വാങ്ങി. ഇവൻ സാധനം വിൽക്കുന്നു. പക്ഷേ ചില അറബികൾ വരുമ്പോൾ തർക്കിക്കും. ഒരറബി വന്ന് ഭയങ്കര തർക്കം. ഇവന് നല്ല അറബി അറിയാം, അവൻ നല്ല അറബി പറഞ്ഞു, മറ്റേ അറബി ഇങ്ങോട്ടും പറഞ്ഞു. അവസാനം ഇവർ ദേഷ്യം പിടിച്ച് പോയി. അറബികളെ ദേഷ്യം പിടിച്ച് പോകും, പിന്നെ തിരിച്ചു വരും. ഒരറബി ദേഷ്യം പിടിച്ച് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് വലിയിലൊക്കെ ആയിട്ട് ഇയാള് കൈ ചൂണ്ടിയുടെ ആഖിറു കലാം എന്നാണ്. ഇവൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ഓ കോളേജിൽ പഠിച്ച ആഖിറു കലാം അതാണ്. അറബിന്റെ ആഖിറു കലാം എന്നാണ് ലാസ്റ്റ് റേറ്റാ. അത് മനസ്സിലാവണമെങ്കിൽ 6 മാസം കൂടി ഗൾഫിൽ നിൽക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സുമ്മ ഇന്ന അലൈന ബയാന, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അത് കാണാതെ ചാടി വിശദീകരിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ വിദയി കക്ഷികൾക്ക് പറ്റിയത്. അവർ സ്വയം അങ്ങോട്ട് അറബി പഠിച്ച് വ്യാഖ്യാനിച്ചു. ഉസൂല് ശരിക്ക് പഠിക്കാതെ അറബി ഭാഷ പഠിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ വല്ല പ്രശ്നങ്ങളുണ്ടായി ഇവിടെ. ഇതാണ് കേരളത്തിൽ ബിദ്അത്ത് ശക്തിപ്പെടാൻ കാരണം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒറ്റ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഹിജ്റ 991 രണ്ടാമത്തെ മഖ്ദൂം മരിച്ചു.
ഈ രണ്ടാമത്തെ മഖ്ദൂം മരിക്കുന്ന കാലത്ത് ദീൻ ഇവിടെ പരിപൂർണം. പള്ളി ദർസുകളിലൂടെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത പാരമ്പര്യം ഭദ്രം. മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കുന്നത് ഹിജ്റ 1111. രണ്ടാം മഖ്ദൂം മരിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? അയാളുടെ ചിന്തയാണ് ഇതിനെ കേരളത്തെ ഭിന്നിപ്പിച്ചത്. അപ്പോൾ ആ ചിന്ത നമ്മളെ ഭിന്നിപ്പിച്ചെങ്കിൽ അത് പുതുമയാണ്, അത് നവീനമാണ്, അത് പുത്തനാണ്. അതാണ് പുത്തനാശയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആലിമികൾ അതിന് പുത്തനാശയം എന്ന് പേരിട്ടത്. ഈ പുത്തനാശയത്തിലേക്ക് നമ്മൾ പോകാതെ അടിസ്ഥാന ആശയം ശരിക്കും പഠിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധകരും പ്രവർത്തകരുമായി നിങ്ങൾ മാറണം. ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ആ പ്രബോധന ശൈലി നമുക്ക് നേതൃത്വം നൽകി നമ്മുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിച്ചു തരുന്ന പ്രസ്ഥാനമാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോഴും വേറൊരു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കേൾക്കും. അപ്പൊ നമ്മൾ എങ്ങനെ രണ്ടിനെയും തിരിച്ചറിയും? അത് തിരിച്ചറിയാനും കൂടി നിങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നമ്മളെ നയിച്ച നേതാക്കളാരാ നോക്കണം. ഞാൻ വല്ലാതെ ദുരിതത്തിന്നില്ല. നിങ്ങളെ മനസ്സിൽ ശരിക്കും നിങ്ങൾ കൂടിയിരുത്തേണ്ടത് നമ്മുടെ നേതാക്കളുടെ മഹത്വമാണ്. നമ്മൾ ഈ സമത്വയെ കാണുമ്പോൾ അതിന്റെ തലപ്പത്തിരുന്ന ഒന്നാമൻ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ ശരിക്കൊന്ന് വിലയിരുത്തി നോക്കും. ഇപ്പൊ ഇവിടെ പല സ്ഥലത്തുള്ള കുട്ടികളുണ്ടാവുമല്ലോ. ഈ പുളിക്കലടുത്തിന്റെ ചെറുമുറ്റം എന്ന് പറയുന്ന സ്ഥലം എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ അവിടെ പോയി അന്വേഷിച്ചാൽ അവർ പറഞ്ഞുതരും. ഞാൻ പലപ്പോഴും ആ വിഷയത്തെക്കുറിച്ച് പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോട്, കാരണവന്മാരോട്. ആ പ്രദേശത്ത് മഴ കിട്ടാതെ വിഷമിച്ചപ്പോൾ ആളുകൾ കണ്ണിയത്ത് ഉസ്താദിനെ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ദ്വാരുന്നു. കരഞ്ഞിട്ട് അത്രേ ദ്വാരുന്നത്. കരഞ്ഞിട്ട് ദ്വാരുന്നു കണ്ണിയത്ത്. ആളുകളൊക്കെ ദ്വാര കഴിഞ്ഞ് സന്തോഷത്തോടെ പിരിയുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഇരിക്കുന്ന സ്ഥലത്തൊരു മൈക്ക് വെച്ചിരുന്നു. ആ മൈക്ക് ഓഫാക്കിയിരുന്നില്ല. കണ്ണിയത്ത് ഉസ്താദ് അവിടെ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിനോടാ പറയുന്നത്, ജനങ്ങളോടല്ല. പക്ഷെ മൈക്ക് ഓഫാക്കാത്തോട് ജനങ്ങൾ കേട്ടു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ വാചകം, പടച്ചോനെ, ഞാൻ നിന്നെ കണ്ടിട്ടാണ് മഴ ചോദിച്ചത്. നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല കേട്ടോന്ന് പറഞ്ഞു. പടച്ചോനെ, ഞാൻ എന്നെ കണ്ടാണ് മഴ ചോദിച്ചത്. മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂലട്ടോ. ആർക്കും അങ്ങനെ പറയാൻ ധൈര്യം വരിക? ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദം കേട്ടതോടി പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു. എല്ലാവരും സീറ്റിലിരുന്നു. കണ്ണിയത്ത് പോകുന്നില്ല, ഞങ്ങളും പോകുന്നില്ല. അപ്പം മഴ പെയ്യാതിരുന്നാൽ കണ്ണിയത്ത് വഷളാവൂലേ? ഒരു വലിയ മനുഷ്യൻ വഷളാവുന്ന മാത്രമല്ല, ആകെ ചീത്തപ്പേരാവൂലേ? എത്ര ധൈര്യത്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞത്? എന്താണ് ആ ധൈര്യം? ആ ധൈര്യം അള്ളാഹും അദ്ദേഹവും തമ്മിൽ അടുപ്പമാണ്. ആ സന്ദർഭത്തിൽ എവിടുന്നോ ഒരു കാറ്റിങ്ങോട്ട് വന്നു, ഒരു വമ്പിച്ച മേഘം. ആ പ്രദേശത്ത്, ആ ഗ്രാമത്തിൽ മാത്രം ഒരു മഴ. ആ മഴ കൊണ്ട തല നിറച്ച കാരണവന്മാർ ഇന്ന് അവിടെ ജീവിച്ചിരിക്കുന്നു. എന്നോട് നേരിട്ട് ഉദ്ധരിച്ച ആളുകൾ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ മഴ കൊണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ എന്തിനാ ഇത് അവിശ്വസിക്കുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതർ മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അള്ളാഹുവിന്റെ അടിമകളിൽ ചില മനുഷ്യന്മാരുടെ ലൗ അഖ്സമ അലല്ലാഹ്, അള്ളാഹിനെ വിളിച്ചുകൊണ്ട് അവരൊരു കാര്യം സത്യം ചെയ്താൽ പറഞ്ഞാൽ അള്ളാഹ് നടപ്പാക്കി കൊടുക്കും. അതാണ് നടപ്പാക്കി. എന്താ ഇത്? ഈ മനുഷ്യന്റെ വ്യക്തിത്വം എത്രത്തോളം നിങ്ങൾ പറ. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അളവുകോൽ എത്ര ഉണ്ട്? എം ടി സാദ് ഒരിക്കൽ പറഞ്ഞ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അത് എന്നോട് പറഞ്ഞത്. ജാമ്യയിൽ അദ്ദേഹം മുത്തഅല്ലിമായിരിക്കുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് മുദരിസ. കണ്ണിയത്ത് ഉസ്താദ് വന്നിട്ട് ദർസ് എടുക്കുക. കസേരയിൽ നിന്ന് ദർസുകൾ നടത്തുന്നു, മേശപ്പുറത്ത് കിതാബ് വെച്ചിട്ട്. അതിന്റെ ഇടയ്ക്ക് കസേരയിൽ നിന്ന് മൂട്ടടിച്ചു. പഴയ ജാമ്യയിൽ മൂട്ടുണ്ടായിരുന്നു ഇത്രേ. ഉണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ജാമ്യയിലെ കുമ്പളങ്ങി മൂട്ടിയും പൂത്തൊക്കെ വലിയ പ്രസിദ്ധമായ സംഗതികളാണ്. അപ്പൊ അതുകൊണ്ട് ആ ജാമ്യയിലെ മൂട്ട കടിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് കസേര നീക്കി വെച്ച് കുറച്ച് ദേഷ്യം പിടിച്ച് മേശന്റെ പുറത്ത് കയറി. എന്നിട്ട് കാല് തൂക്കിയിട്ട് കിതാബ് പിടിച്ചു ദർസ്. ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം, തമാശല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ദർസുകളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നല്ല രസകരമായ ഒരു വിഷയം എന്ന ഉസ്താദുമാർക്ക് നല്ല രസമുള്ള വിഷയം വിശദീകരിക്കുമ്പോ ബയാനിങ്ങനെ കുട്ടികൾ നല്ല ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് അറിയാവുന്ന കാട്ടി കാലുകനാട്ടി മേശപ്പുറത്തുണ്ട്. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ല. ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം എം ടി സാദ് പറഞ്ഞ അതേ വാചകം ഞാൻ പറയുന്നത്. ദർസ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കിതാബളെ പൂട്ടി വെച്ചിട്ട് ചാടി എഴുന്നേറ്റിട്ട് മേശമെന്ന് ചാടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഉറക്കെ എം ടി സാദ് പറഞ്ഞു. ആളുകളൊക്കെ അന്താളിച്ചു പോയി. ക്ലാസ്സിലുള്ള കുട്ടികൾ എന്തെങ്കിലും സംഭവിച്ചാർക്കും മനസ്സിലാവില്ല. ആകെ ഒരു ബേജാറ്. ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിയത്ത് ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്രേ, ഉയരത്തിൽ ഇരുന്ന് കാലാട്ടൽ കിബറിന്റെ ലക്ഷണാണ്. അഹമ്മദ് അത് ചെയ്തു പോയി.
മിസ്കാൽ ഹബ്ബത്ത് കിബറുണ്ടെങ്കിൽ സ്വർഗത്ത് കടക്കൂല. അഹമ്മദിന്റെ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ദ്വാരക്കണം. ആ വാചകത്തിന്റെ ഗൗരവം നോക്കുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നമ്മുടെ തലപ്പത്ത് നിന്നാണ്. ഇതാണ് പടച്ചോനെ പേടി. ഒരു ചെറിയ സംഭവം നമുക്കൊന്നൊരു ഈസി ആയിട്ട് നമ്മൾ കാലല്ല എന്തൊക്കെ നമുക്ക് വിഷയമാണോ? നേരെ മറിച്ച് 1-2 തവണ കാലാട്ടിയപ്പോഴേക്കും അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് ചാടി എഴുന്നേറ്റിട്ട് നിങ്ങളൊക്കെ അഹമ്മദിന്റെ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ ദ്വാരക്കണം. ഇത് പറഞ്ഞൊരു മഹാൻ നമ്മുടെ തലപ്പത്ത് സമത്വക്ക് നേതൃത്വം കൊടുത്തിരുന്നു. നിങ്ങൾ ശരിക്കും ആ മഹാനെ കുറിച്ച് മനസ്സിലാക്കണം. കണ്യത്തിനെ കേട്ടാ പോരാ, ആ മനുഷ്യന്റെ വലുപ്പത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിൽ ഉൾക്കൊള്ളണം. അള്ളാഹു ആ മഹാന്റെ ഹക്ക് കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു ഇൽമിന്റെ ബഹർ എന്ന രീതിയിൽ മാത്രമല്ല, അതിസൂക്ഷ്മജ്ഞാനിയായ ഒരു മനുഷ്യൻ മാത്രമല്ല, ഇതിന്റെ ഒരു ഗുണം പടച്ചോൻ കാണിച്ചു കൊടുത്തല്ലോ. ഇതിന്റെ ഒരു ഗുണം പടച്ചറപ്പ് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ റോഡില്ല, നടന്നിട്ടാ പോവാ. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് റോഡുണ്ടാക്കി കൊടുക്കാൻ നാട്ടുകാരെ തീരുമാനിച്ചപ്പോ അമുസ്ലിങ്ങളെ സ്ഥലം കിട്ടാതെ പറ്റൂല, അമുസ്ലിങ്ങളെ സ്ഥലം കിട്ടണം. അത് കിട്ടാൻ വേണ്ടി അവരോട് ചോദിച്ചു. അവർ യോഗം ചേർന്നു തരേ. യോഗം ചേർന്നിട്ട് ഒരു കുടുംബത്തിലെ ഹിന്ദുവിനും RSS സ്വഭാവമുള്ള ആൾക്ക് പോലും ആ മനുഷ്യനായതുകൊണ്ട് കൊടുക്കൂല എന്ന് പറയാൻ വയ്യ, തരൂല എന്ന് പറയാൻ വയ്യ. അവസാനം ഒരു കുടുങ്ങിയിട്ട് അവര് തരൂല എന്നുള്ള രണ്ടിന്റെ ഇടയ്ക്കുള്ള തീരുമാനം എടുത്തെന്താ, റോഡ് കൊടുക്കുക, പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാത്രമേ വണ്ടി പോകാൻ പാടുള്ളൂ, വേറെ ആരും പോകാൻ പാടില്ല വണ്ടിയിൽ. വാശിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ അങ്ങനെ തന്നെ തീരുമാനത്തിൽ ബോർഡ് വെച്ചു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയുടെ വീട്ടിലേക്ക് മാത്രമേ വാഹനത്തിൽ പോകാവൂ, അല്ലാത്തവർ നടന്നു പോകണം. വേറെ പൊതു റോഡാക്കാൻ പറ്റൂല. വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്തിന്റെ റോഡാക്കി മാറ്റൽ അനിവാര്യമായി വന്ന് ഫണ്ടിന് വേണ്ടി മാത്രമാണ് പൊതു റോഡാക്കി വിട്ടുകൊടുത്തത്. ഞാൻ പറഞ്ഞത് എന്താ ഈ അമുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിന് റോഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ മനസ്സില്ലാത്തത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല? അദ്ദേഹമായതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല എന്ന് പറയാൻ അവർ കഴിയില്ല. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ സ്മരണികയുടെ ലേഖനത്തിന്റെ അനുഭവം, എടവണ്ണപ്പാറ റഷീദിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ കുറച്ച് ആളുകൾ കണ്ണിയത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. നമ്മളൊന്ന് പോവാ കണ്ണിയത്തിനെ കാണാൻ. അങ്ങനെ അവര് വണ്ടി വിളിച്ചത് ഒരു ഹിന്ദുവിന്റെ ജീപ്പാ. ഒരു ഹിന്ദുവിന്റെ ജീപ്പ് വിളിച്ചിട്ട് ആ ജീപ്പിൽ കയറിയിട്ട് അമുസ്ലിം ജീപ്പ് ഓടിച്ചു. അവനോട് പറഞ്ഞു, കണ്ണിയത്തുസാന്റെ വീട്ടുകാന്ന് പറഞ്ഞ കാര്യമല്ലോ, ഹിന്ദു അല്ലേ. അവനോട് ഇവര് പറഞ്ഞു, വാഴക്കാട്ടേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. കയറി വിട്ടു. വാഴക്കാട്ടേക്ക് എത്തുന്നതിന്റെ അല്പം മുമ്പ് ഇടതുവശത്തെ റോഡിന് പോകണമെന്ന് പറഞ്ഞപ്പോ ഈ ഡ്രൈവർ ചോദിച്ചു, നിങ്ങൾ വാഴക്കാട്ടേക്കാണല്ലേ പറഞ്ഞത്, പിന്നെ അങ്ങോട്ട്? അപ്പൊ ഇവർ പറഞ്ഞു, ഞാൻ കണ്ണിയത്തുസാന്റെ വീട്ടിലേക്കാണ്. കണ്ണിയത്തുസാന്റെ വീട്ടിലേക്കാന്ന് കേട്ടതോടുകൂടി ഈ ഹിന്ദുവായ ഡ്രൈവർ വണ്ടി സൈഡാക്കി എന്നിട്ട് ഇറങ്ങി. 1 മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞവരോട്. ഹിന്ദുവായ ഡ്രൈവർ, ഇത് സ്മരണികയിൽ കാണാൻ ഞാൻ എന്റെ വക പറയല്ല. എന്നിട്ട് ആ ഡ്രൈവർ ആദ്യം ചെയ്ത പണി തന്നെ മടക്കി കുത്തയച്ചു. പിന്നെ അദ്ദേഹം തന്നെ തലയിൽ ടാക്സിക്കാരന് കെട്ടേണ്ട ആ കെട്ടയച്ചിട്ട് അത് ഡാഷ് ബോക്സിൽ വെച്ചു. എന്തിനാ ഈ 2 പണി അവൻ ചെയ്ത്? എന്നിട്ട് കയറി എന്നിട്ട് വിട്ടു. ഇവൻ ചെന്നാലും കണ്ണിയത്തുസാദിനെ അവൻ കണ്ടോളുന്നില്ല, കണ്ണിയത്ത് അവനെ കാണാനും വന്നോളുന്നില്ല. പക്ഷെ എന്തിനാ ഈ വ്യക്തി ഏകദേശം 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ മീക്കാത്ത് നിഹ്റാൻ കിട്ടണ മാതിരി കണ്ണിയത്തിനെ കാണാൻ ഈ പണിയെടുത്തതിനാ? അവന്റെ മനസ്സിന്റെ ഉള്ളിൽ കണ്ണിയത്ത് ഉസ്താദ് എന്ന് കേട്ടപ്പോ അങ്ങോട്ടാണല്ലോ പോകുന്നത് എന്നൊരു മതിപ്പ്. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ശൈഇ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, എന്താണ് ആ വിഷയം, ഇതിന്റെ ഗൗരവം നോക്ക് നിങ്ങൾ. ഈ വിഷയത്തിന്റെ ഗൗരവം ശരിക്കും നിങ്ങൾ ഉൾക്കൊള്ളണം. അതാ വേണ്ടത്. ഹലാല് ഹറാമിന്റെ ഇടയിൽ ഇത്ര സൂക്ഷ്മത പാലിച്ചൊരു മനുഷ്യന്റെ വരം, ഇത്ര സൂക്ഷ്മത എന്തൊക്കെ. ഞാൻ കാസർഗോഡ് പോകുമ്പോൾ തുരുത്തിയിൽ നിന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാസർഗോഡ് തുരുത്തിയിൽ കണ്ണിയത്തെ മുദരിസായപ്പോ ആ പ്രദേശത്ത് അഹമ്മദാജി എന്ന് പറയുന്ന ഒരു വലിയ പണക്കാരൻ മരിച്ചുപോയി. അഹമ്മദാജി മരിച്ചപ്പോ അഹമ്മദാജിന്റെ മക്കള് കണ്ണിയത്തുസാ മുദരിസല്ലേ ദ്വാരക്കാൻ വേണ്ടി കണ്ണിയത്തുസാ വന്നപ്പോ മൂത്ത മകൻ വാപ്പ ഉപയോഗിച്ചിരുന്ന നല്ലൊരു വാച്ച് കൊണ്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വാപ്പ ഉപയോഗിച്ച വാച്ചാണ്, ഉസ്താദ് എടുത്തോളി ദ്വാരനാ മതി എന്ന് പറഞ്ഞു. കണ്ണിയത്തുസാദ് ആ വാച്ച് ഇങ്ങനെ തൂക്കിപ്പിടിച്ചിട്ട് അങ്ങനെ അദ്ദേഹം ചെയ്യാം, നിങ്ങൾ എത്ര മക്കളുണ്ടെന്ന് അവൻ പറഞ്ഞു. ഞങ്ങൾ ഇത്ര മക്കളുണ്ട്. ഇളയ കുട്ടിക്ക് എത്ര വയസ്സായി? 10 വയസ്സാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിൽ നിന്ന് കണ്ണിയത്തുസാദ് 2 കാര്യം മനസ്സിലാക്കി. ഒന്ന്, ഈ വാച്ച് ബാപ്പാന്റെതാ, അനന്തരാവകാശികൾ ബനല്ല വേറെയുണ്ട്. ഒരു കുട്ടി എത്തീമുമാണ്. ഉസ്താദ് ഈ വാച്ചുകളെ തൂക്കിപ്പിടിച്ചിട്ട് ചോദിച്ചു, മോനെ നിന്റെ അനുജന്മാർക്കും അനുജത്തികൾക്കൊക്കെ ഇതിൽ അവകാശം ഉണ്ടല്ലോ, ബാപ്പാന്റെ വിറാസത്തല്ലേ, അതിലൊരു കുട്ടി എത്തീമുമാണ്. ആ എത്തീം കുട്ടിന്റെ തടക്കം നിന്റെ ബാക്കിയുള്ളോലെ അവകാശം മുഴുവൻ എനിക്ക് തരാൻ ആരാ അനക്ക് അധികാരം തന്നത് എന്ന് ചോദിച്ചു. ഈ കുട്ടി കൊടുത്തു കുടുങ്ങിപ്പോയി. കാരണം സാധാരണ ഒരു മൂല്യർക്കാ കൊടുത്തെങ്കിൽ വേണ്ടിയിരുന്നാ നമ്മൾ കൈമ കെട്ടി പോയിട്ട് നേരത്തരായിട്ടുണ്ടാവും. നമ്മളങ്ങനെയൊക്കെ ചെയ്യാം. ഈ ചോദ്യം ആ കുട്ടി പ്രതീക്ഷിച്ചില്ല, കുട്ടിക്കൊന്നും പറയാല്ല. അപ്പൊ അവന്റെ അമ്മാമാരും ബന്ധപ്പെട്ടവരൊക്കെ വന്നിട്ട് പറഞ്ഞത്ര സാസ് ഉസ്താദെ അതിന് ഇത്ര വില ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങളൊന്നെ ആരാണോ എന്ന് ചോദിച്ചു. പോലും കുടുങ്ങി. ഞങ്ങൾ വെച്ചിട്ട് ഒരാൾ വേണോ? അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ ഏറ്റു, അതിന് ആർക്ക് വേണേലും അവകാശം ഞാൻ കൊടുക്കും എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ അത് സ്വീകരിച്ചു. കണ്ടങ്ങള്
ശരിക്കും അത് സ്വീകരിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അത്ര വലിയൊരു മസല പ്രശ്നം അവിടെ വരില്ല. ആ കുട്ടി തൃപ്തിപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ സമ്മതത്തോടെ കൊണ്ടു കൊടുക്കുന്ന. പക്ഷെ എന്നാലും ശരി, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ, ഒരാൾ മുത്തഖിയാവൂല ഹത്താ യതഅമാല ബഅസബിഹി ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ, തെറ്റില്ലാത്തതിന് ഒഴിവാക്കുക, എന്തിന് തെറ്റ് വരുമോന്ന് പേടിച്ചിട്ട്. അങ്ങനെ സൂക്ഷിക്കുമ്പോഴേ ഒരാൾ മുത്തഖിയാവുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സൂക്ഷ്മത. ഈ സൂക്ഷ്മതയാണ് മനുഷ്യനെ വലുതാക്കുന്നത്. ഈ സൂക്ഷ്മതയാണ് കണ്ണിയത്ത് ഉസ്താദിനെ മഹാനാക്കിയത്. ആ മഹാൻ നമ്മുടെ മനസ്സിലൊക്കെ ജീവിക്കണം. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാൻ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് എന്തിനാ നിന്നത്? അദ്ദേഹത്തിന് ദർസ് നടത്തിയാൽ പോരെ? ഒരു പ്രസ്ഥാനം ഇവിടെ ആവശ്യമാണെന്ന് പടച്ച റബ്ബിൽ നിന്നുള്ള ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ ആ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയത്. ആ ദുആ കാമീം പറഞ്ഞാൽ ആ കണ്ണിയത്ത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കണമെന്ന ആദർശബോധം അദ്ദേഹത്തിനുണ്ടായി. സുന്നിയായി ജീവിച്ചൊരു മൂലക്ക ദർസ് നടത്തിയ പോലെ അല്ല. അദ്ദേഹം ഇശാ മഗ്‌രിബിനിടയിൽ ദിക്റും സ്വലാത്തുമായി കഴിഞ്ഞിരുന്നു. ഇശാ മഗ്‌രിബിനിടയിൽ സംസാരിക്കുമായിരുന്നില്ല. പക്ഷേ ആ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഗ്രൗണ്ടിലേക്ക് വന്നു സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കാൻ, ദ്വാരക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് മദ്രസ ഉണ്ടായി, ഒരുപാട് പള്ളി ഉണ്ടായി, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായി, നമുക്ക് ഇസ്സത്ത് ഉണ്ടായി. ഈ ജംഇയ്യത്ത് നിലനിൽക്കണമെന്നൊരു ബോധം നിങ്ങൾക്കും വേണം. ഇത് മഹാന്മാർ നിലനിർത്തിയതാണെന്നൊരു ബോധം നിങ്ങളെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിൽ ഏറ്റവും അടുപ്പമുള്ള മഹത്തുക്കൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. ആ മഹാന്മാർ നമ്മെ നയിച്ചു. ഈ കണ്ണിയത്ത് ഉസ്താദ് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് 1993 ശരിക്കും ശ്രദ്ധിച്ചോളി. 93 കണ്ണിയത്ത് മരിച്ചു പോകുമ്പോ 89 കണ്ണിയത്തിനെ മാറ്റി നിർത്തി പുതിയൊരു സംഘടന ഉണ്ടാക്കിയത്. എന്തിനാ 89 കണ്ണിയത്തിനെ മാറ്റി നിർത്തിയത്? 89 കണ്ണിയത്തിനെ മാറ്റി നിർത്തി പുതിയൊരു സമത്വം ഉണ്ടാക്കുമ്പോൾ ആരെ പ്രസിഡന്റാക്കിയത്? കണ്ണിയത്ത് ഉസ്താദ് സമത്വയുടെ മുഷാവറയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറയിൽ വന്ന ഒരാളെ, 30 കൊല്ലം കഴിഞ്ഞാണ് മുഷാവറയിൽ വരുന്നത് ആരാണെങ്കിലും. മാത്രമല്ല ഈ പുതിയ ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരുമ്പോ അന്നേക്ക് കണ്ണിയത്ത് ഉസ്താദിന് 62 കൊല്ലത്തെ പാരമ്പര്യം സമത്വയുണ്ട്. 62 കൊല്ലം സമത്തിന്റെ മെമ്പറാ. പോരാ, 22 കൊല്ലം പ്രസിഡന്റാ. 1967 മുതൽ 89 വരെ കൂട്ടി നോക്കിയാൽ 22 കൊല്ലത്തെ പ്രസിഡന്റാ. 22 കൊല്ലത്തെ പ്രസിഡൻഷ്യൽ പാരമ്പര്യവും 62 കൊല്ലത്തെ മെമ്പർ പാരമ്പര്യവുമുള്ള കണ്ണിയത്തിനെ മാറ്റിയിട്ട് പുതിയൊരു പ്രസിഡന്റ് എന്തിനാ ഉണ്ടോന്ന് അവർ മറുപടി പറയട്ടെ. നിങ്ങൾ ശരിക്കും മനസ്സിലുറക്കുക വിഷയം. പിന്നെ നമ്മളെ നയിച്ച മുമ്പിൽ നിന്നൊരു മഹാൻ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആലിമായിരുന്നു, ഒരു വലിയായിരുന്നു, അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. ആരാണ് ബഹുമാനപ്പെട്ടവരെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് 1-2 ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴം അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ തർക്കീയുടെ ഉദാഹരണം നേരത്തെ തങ്ങൾ പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം ബാക്കിയാത്തിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന് പ്രത്യേകമായി ദുആ ചെയ്തത്. അദ്ദേഹം ആ ബാക്കിയത്തിൽ പോകാൻ തന്നെ ഉണ്ടായ കാരണം ചരിത്രം പറയുന്നുണ്ട്. കൃത്യമായി ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിലാണ് പഠിച്ചിരുന്നത്. ആദ്യകാലത്ത് ദർസുകളിലൊക്കെ പഠിച്ച് കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ വരുമ്പോൾ വലിയ കിതാബാവുന്നത്. അപ്പൊ കണ്ണിയത്ത് വിഷയങ്ങൾ അവതരിപ്പിക്കും. നിങ്ങൾ കുട്ടിയോട് ചോദിക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ഓരോരുത്തരും അഭിപ്രായം. അപ്പൊ ഷെയ്ഖിന് അഭിപ്രായം വിശദീകരിച്ച് പറയും. ശംസുലമ ബയാൻ ചെയ്യും, കണ്ണിയത്ത് വേറൊന്ന് ബയാൻ ചെയ്യും. രണ്ടുകൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ദർസ് നടക്കൂല. ഉസ്താദ് ഒന്ന് പറയും, ശിഷ്യൻ വേറൊന്ന് പറയും. അങ്ങനെ ദർസ് നടക്കൂല. അവസാനം കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞുത്രേ, എടാ നീ ഒരു മുജ്തഹിദാണ്, ഞാനും ഒരു മുജ്തഹിദാണ്, 2 മുജ്തഹിദ് ഒരു സ്ഥലത്ത് വേണ്ട, ഈ പൊയ്ക്ക ബാക്കിയാത്തുക. നമ്മൾ രണ്ടാമത് ഒത്തിരി വേണ്ടാറ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഒരു പിതാവിനെ സമീപിച്ച് പിന്നീട് ബാക്കിയാത്തിലേക്ക് പോയത്. ബാക്കിയാത്തിൽ ചെന്നു അദ്ദേഹം ബാക്കിയാത്തിൽ മുദരിസായി. ബാക്കിയാത്തിൽ ഷെയ്ഖുനാന്റെ അഡ്മിഷൻ കാലഘട്ടത്തെ കുറിച്ചൊരു ചരിത്രം പറയാറുണ്ട്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആധികാരികമായി ഒരു സ്ഥലത്ത് മാത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. എത്രത്തോളം ആധികാരികമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വേഷമൊക്കെ ഈ രീതിയാണ്, ആധുനിക രീതി. ആ മുത്തലിമിന്റെ വേഷം തന്നെ പറഞ്ഞ ഒരു ആധുനിക രീതിയിൽ അന്നങ്ങനെ. പിന്നെ അദ്ദേഹം സൂഫിസത്തിലേക്ക് മാറിയതാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു പുതുമയാണ്. കാരണം ഭാഷയിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഭാഷ അതിന്റെ ഒരു ഭാഷയാണ്. ദർസിനൊരു ഭാഷ ഉണ്ട്, ആ ഭാഷ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ദർസി ഭാഷ എന്ന സംഗതി ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ. അത് ഞാൻ കുറ്റപ്പെടുത്തില്ല, അതങ്ങനെ തന്നെ നിന്നോട്ടെ. ദർസി ഭാഷയുടെ ഒരു ഭാഷ ഇതുപോലെ അവനിക്കെന്നേ പറയുള്ളൂ, അവനെന്ന് പറയില്ല. അങ്ങനെയാണ് ദർസിന്റെ ഭാഷയുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തില്ല, അങ്ങനെയാണ്. പോലോത്തത് എന്ന് പറയുള്ളൂ, പോലത്തത് പറഞ്ഞാൽ മതിയാവൂല, ഒന്ന് നീട്ടണം, അങ്ങനെയാണ് എന്റെ ഭാഷ. പക്ഷെ ഈ ഭാഷ ശൈഖുന ശംസുലമയെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പ്രസംഗത്തിലത് കാണൂല, ഒരു ലേഖനത്തിലത് കാണൂല. അത്തരമുള്ള സ്റ്റൈലൻ രീതിയിൽ ഈ സ്റ്റൈലൊക്കെ പാടെ കണ്ടപ്പോൾ ബാക്കിയതിൽ അഡ്മിഷൻ കൊടുത്തില്ല. അഡ്മിഷൻ കൊടുക്കാത്തപ്പോൾ അദ്ദേഹം പ്രതിഷേധിച്ചുകൊണ്ട് പോരുമ്പോ അവിടെ ഗേറ്റിന്റെ ചുമരും ഒരു ചെറിയ കവിത എഴുതി വെച്ചു എന്നാ പറഞ്ഞത്. അതിന്റെ എഴുതിയത് സുബ്ഹാനമൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിൻ തീനിൻ വമിൻ മാഇ. സുബ്ഹാനമൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി. ഹനഫികളെ നജസ് കൊണ്ട് പടച്ചവൻ പരിശുദ്ധനാണെന്ന്. അത് ഹനഫികൾക്ക് മനിയൻ നജസ, ഷാഫിക്ക് ശുദ്ധിയുള്ളതുമാണ്. അപ്പോ ഹനഫികളെ മുഴുവൻ പടച്ചവൻ നജസ് എന്നാണ് പടച്ചത്, ഒറ്റക്കുത്ത്. അത് എമ്പാടും നേരത്തെ കൊള്ളുമല്ലോ.
ഇത് വായിച്ചപ്പോ ഷാഫികളെ പഠിച്ചത് തീരുന്ന മാറുന്നതാണ്. ഇത് വായിച്ചപ്പോ ആരാണ് ഇത് എഴുതിയത് അന്വേഷിച്ചു. അപ്പൊ ഇന്നാലിന് ആളാണ്, ഇന്റർവ്യൂവിന് വന്ന ആളാണ്. അപ്പൊ അന്വേഷിച്ചപ്പോൾ ബുദ്ധിശക്തി മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അഡ്മിഷൻ കൊടുത്തു എന്നാ പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യകാലത്ത് ഉസ്താദ് ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്തായിരുന്നു. ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്ത് തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തൊരു സംഭവം ഷെയ്ഖുന തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ ക്ലാസ്സിൽ ഒന്നിച്ച് മുത്തഅല്ലിമയിൽ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ അബ്ദുറഹീം ഹസ്രത്തിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, മഹക്കുലാത്തിലെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. തുടരെ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞാൽ ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു സാധു മനുഷ്യനായതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം സാധിക്കുന്നില്ല. മറുപടി അറിയാത്തതുകൊണ്ടല്ല, ചിലതിനെ അവതരിപ്പിച്ചൊരു ഒരു കഴിവുണ്ടല്ല, വേറെ ആണോ. അതുകൊണ്ട് ഉസ്താദ് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് കണ്ടപ്പോ ഷെയ്ഖുൻ എഴുന്നേറ്റ് ഉസ്താദിനോട് ചോദിച്ചു, തരേ ഞാൻ മറുപടി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖുന അനുമതി കൊടുത്തു. ഷെയ്ഖുനക്ക് അനുമതി കൊടുത്തു. ഉടനെ തന്നെ ഷെയ്ഖുന ശരിക്കാ കാര്യങ്ങൾ വിശദീകരിച്ചു. അതോടുകൂടി ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്ത് വലിയ സന്തോഷമായി. അദ്ദേഹം റൂമിലേക്ക് കൊണ്ടുപോയി തലയിൽ കൈ വെച്ച് ദുആ ചെയ്ത് ബർക്കത്തിന് വേണ്ടി മന്ത്രിച്ചൂതി കൊടുത്തു എന്നാണ്. ഇതിൽ നിന്ന് മുത്തഅല്ലിമീങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഷെയ്ഖുന പറഞ്ഞു, ഷെയ്ഖുന നേരെ പറഞ്ഞിട്ട് എന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട പടവ് അതാണ്. ഉസ്താദിന്റെ ഗുരുത്വമാണ് ശിഷ്യന്റെ വളർച്ചയിൽ പ്രധാനം. ഉസ്താദിന്റെ വളർച്ചയിൽ, ശിഷ്യന്റെ വളർച്ചയിൽ ഉസ്താദാണ് പങ്കുവഹിക്കുന്നത്. ഇൽമ് എന്ന് പറഞ്ഞാൽ നൂറാണ്. ആ നൂറാണ് പ്രകാശം. ആ ഇൽമു നൂറുൻ തുൻഫഹൂല മസാഇലുൻ തുൻസഹൂ എന്ന് പറയാൻ കാരണതാ. ഇൽമ് എന്ന് പറയുന്ന ഊതപ്പെടുന്ന ഒരു പ്രകാശ, അത് ഉസ്താദിന്റെ കൽബ് നിങ്ങൾക്കാണ് കിട്ടണം. അത് വായിച്ച് പഠിച്ചാൽ ഉണ്ടാവില്ല. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കൊണ്ട് ഈ ബന്ധം ഉണ്ടാവില്ല. പഠിക്കാൻ കഴിയും ചിലപ്പോ, പക്ഷെ ഇങ്ങനെ ആവില്ല. ഈ റൂഹിയായ ബന്ധം, ആത്മീയ ബന്ധം, അതാണ് ഈ ഗുരുശിഷ്യ ബന്ധത്തിന്റെ മാറ്റ്. ആ ഗുരുവിനെ തള്ളി പറഞ്ഞാൽ പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. മറുഭാഗത്ത് സമത്തിന്റെ പ്രസിഡന്റായി വന്ന ആൾ ആദ്യം ചെയ്ത പ്രസംഗം എന്നറിയോ? എന്നെ ശംസുലമ 4 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചൊക്കെ തിരിച്ചെടുത്തോട്ടെ എന്നാണ്. അങ്ങനെ എന്നെ പ്രശ്നം. അതും എപ്പോ മുത്തഅല്ലിമീങ്ങൾക്ക് സനദ് കൊടുക്കുന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് പരസ്യമായിട്ട് പ്രസംഗിച്ചത് ശരിയോ തെറ്റോ? നിങ്ങൾ പറഞ്ഞത് ആരാണെങ്കിലും ശരിയോ തെറ്റോ? ഈ വിഷയം അന്ന് ചർച്ചയായി. ശംസുലമയോട് പറഞ്ഞു. ശംസുലമയോട് പറഞ്ഞപ്പോ ശംസുലമ പറഞ്ഞു, എന്താടാ ഒരാളെ ഉള്ളിലുള്ളത് മുഴുവൻ ഞാനെടുത്താ ഉള്ളു ഹാണാവൂലെന്ന് ചോദിച്ചു. ബാക്കി കൂട്ടി വായിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് ഷെയ്ഖുനാന്ന് പ്രതികരിച്ചത്. ആരാണ് പറഞ്ഞതെന്ന് കൂടെ ഇന്ന് മനസ്സിലാവും. ഷെയ്ഖുനാന്റെ പ്രയോഗം എങ്ങനെയാണ്? ഷെയ്ഖുനാന്റെ ബുദ്ധി പ്രയോഗമൊക്കെ വളരെ പ്രധാനമാണ്. അതിന്റെ സവിശേഷതയും അതാണ് ഏത് വിഷയത്തിലും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, റവറൻ ഫാദർ ജോൺ ചങ്ങനാശ്ശേരിയും 40 പാതിരിമാരുമാണ് മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഏർനാട്ടിൽ ഈ ബോധന പ്രവർത്തനത്തിൽ അഥവാ മിഷണറി പ്രവർത്തനത്തിൽ ചുമതലപ്പെടുത്തപ്പെട്ടത്. 40 ആളുണ്ടായിരുന്നു അത്രേ. ചരിത്രം വായിച്ചാൽ കാണാൻ കഴിയും. അവരാദ്യം യോഗം ചേർന്നത് വണ്ടൂരിലെ സാഹിബിന്റെ ആശുപത്രിയിലാണ്. വണ്ടൂരിലെ സാഹിബിന്റെ ആശുപത്രി ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് അവർ തീരുമാനിച്ചു, റോമിൽ നിന്ന് എത്ര ഫണ്ടും തരുന്നുണ്ട്, നമ്മൾ നന്നായി പ്രവർത്തിക്കണം. കുറച്ച് പ്രവർത്തിച്ചപ്പോഴേക്കും മർക്കസുൽ ബിഷാരുടെ പ്രവർത്തന ഫലമായി കുറച്ച് ആൾക്കാർ മാറി. ഏതാനും പേർക്ക് വീട് വെച്ചു കൊടുക്കാമെന്നും അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ കുറച്ചാൾ മാറി. അടുത്ത യോഗം ചേരുമ്പോൾ റോമിൽ നിന്ന് മെസ്സേജ് വന്നു, ഇത്ര പെട്ടെന്ന് പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, കൂടുതൽ ഫണ്ട് തരാം. അപ്പോഴാണ് എടക്കരയിലെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ മഹല്ലത്തിന്റെ കൂട്ടായ്മ വിളിച്ചിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് ഷെയ്ഖുന ശംസുലമയിലെടുത്തിയെന്നത്. ഷെയ്ഖുന ശംസുലമ അവരോട് സംസാരിച്ച് 5 ദിവസത്തെ പ്രസംഗം എടക്കരയിൽ വെച്ചു. ആ 5 ദിവസത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചൊരു സാധനം സുറിയാനി ഭാഷയിലുള്ള ഒരു ബൈബിളാണ്. ഷെയ്ഖുന ബാക്കിയാത്ത് പഠിക്കുമ്പോൾ അവിടെ ഒരു ഫാദർ ഇസ്ലാം മതം സ്വീകരിച്ച് അവിടെ വന്നിരുന്നു. അയാൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുത്ത ഷെയ്ഖുന. അതിന് പകരമായി അയാൾ സുറിയാനി ഭാഷ ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുത്തു. അയാൾ നന്ദി സൂചകമായി ഒരു സുറിയാനി ബൈബിളും നൽകി. 40 പാതിരിമാരെ നിരന്നിരിക്കുമ്പോൾ ഒറ്റ പാതിരിക്കും സുറിയാനി ഭാഷ അറിയില്ല. ഷെയ്ഖുന സുറിയാനി ഭാഷയിൽ ബൈബിൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് മനോഹരമായിട്ടാണ് പ്രസംഗിച്ചു. അവരോട് ചോദിച്ചു, ഈസാ നബി ദൈവവുമല്ല ദൈവപുത്രനും അല്ല. ഈസാ നബി ഇന്നമൽ മസീഹു ഈസബ്നു മറിയം റസൂലുള്ളാഹി, അങ്ങനെ സ്ഥാപിച്ചു ശരിക്കും. എന്നിട്ട് ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യഥാർത്ഥ ബൈബിളിലെ വചനങ്ങൾ വായിച്ചു. നിങ്ങളെ കയ്യിലെടുത്ത് ബൈബിളല്ല, അത് കടത്തിക്കൂട്ടിയ ബൈബിളാണ്, നോക്കുക എന്ന് പറഞ്ഞു. ഒരു സംശയം ഉണ്ടായി. അവര് നേരെ പോയിട്ട് സഭയിൽ പോയി ചോദിച്ചു, മറുപടിയില്ല. റോമിലേക്ക് എഴുതി, മറുപടിയില്ല. റോമിലേക്ക് വീണ്ടും എഴുതി, മറുപടി വന്നു. നിങ്ങൾ ആ പണ്ഡിതന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല. സാധ്യമല്ലെങ്കിൽ മിഷണറി പ്രവർത്തനം നിർത്തിവെക്കുക, മറ്റു ഭാഗങ്ങളിലേക്ക് തിരിയാം, നിങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതാണ്. ഫാദർ ജോൺ ചങ്ങനാശ്ശേരി അടക്കം 40 അംഗ സംഘത്തിലെ 5 പേർ ആദ്യം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. അതിൽപ്പെട്ട തലവനാണ് ഫാദർ ജോൺ മുണ്ടക്കൽ. അയാൾ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ആ 40-ൽ 35 പേരും മതം മാറാൻ തീരുമാനിച്ചിരുന്നു. 35 പേരും
ആ ഒരൊറ്റ പ്രസംഗം അവരെ മനസ്സിലത്ര ആഴത്തിൽ കൊണ്ടു. പക്ഷെ ബാക്കിയുള്ളവരെ പണം കൊഴുത്തും സ്വാധീനിച്ചും എന്തൊക്കെയോ ചെയ്തും പീഡിപ്പിച്ചും അവിടെ നിർത്തി 5 പേര് മാറി. അതിന്റെ തലപ്പത്ത് ഞാനുണ്ടായിരുന്നു എന്ന് ഫാദർ ജോൺ മുണ്ടക്കൽ പറഞ്ഞു. നോക്കണം നിങ്ങൾ, ഇങ്ങനെ ദഅവത്ത് നടത്താൻ കഴിവ് പടച്ചറബ് നാക്കിൻ തുമ്പത്ത് കൊടുത്തൊരു മനുഷ്യൻ. അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാന്റെ ഹക്ക് കൊണ്ട് പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൽമിന്റെ ഒരു ബഹറായിരുന്നു അദ്ദേഹം. അതൊരു കഴിവാണ്, അതൊരു ഒരു തൗഫീഖും കൂടിയാണ്. ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു തൗഫീഖ്, അദ്ദേഹത്തിന്റെ ജീവിതം, അത് എന്തിനും അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം അങ്ങനെയാണ്. ഒരു കാര്യത്തിൽ അദ്ദേഹം, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഈ മുത്താലിമികൾക്ക് ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു പണ്ഡിതുണ്ട്. ആദർശേരിനെ അറിയുന്ന ആൾക്കാരുണ്ടോ? അദ്ദേഹം എഴുതി വെച്ചൊരു ലേഖനം ഞാൻ വായിച്ചു. ആദർശേരിന്റെ ലേഖനം നിങ്ങൾ വായിക്കണം. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭവം എന്താ അറിയോ? ഒരു ദിവസം ആദർശേരി ഷെയ്ഖുനാന്റെ വീട്ടിൽ ചെല്ലാം. അപ്പൊ ആദർശേരി ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം, ഷെയ്ഖുനാന്റെ കൂട്ടുകാരൻ ഷെയ്ഖിനായിട്ട് ഒരു സങ്കടം പറിച്ചില്ല. എന്നിട്ട് പരാതി വരാം. അവനാന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വല്ലാതെ സങ്കടം പറയുമല്ലോ. എന്താ ഇയാൾ പറയണത്? ഷെയ്ഖുനാക്ക് 2 മൂരികളുണ്ട്, കാളകൾ. ഈ 2 കാളകളെ മകൻ ഒരു ലാഭത്തിന് വേണ്ടി വിറ്റിട്ട് വേറെ 2 കാളകളായി മാറ്റം മാറി. ഈ 2 കാളകളെ കൂട്ടാൻ കൊണ്ടുപോയപ്പോൾ ഒരു കാള നടക്കൂല. ഒരു കാള എന്താണ് നടക്കൂല? ആ കാള അവിടെ പതിഞ്ഞു കിടക്കും. അങ്ങനെ ബുദ്ധിമുട്ടി പൂട്ടാൻ വന്ന്, ഈ കാളകളെ പൂട്ടാൻ പറ്റും, എന്തിനാ നല്ല കാളകളെ വിറ്റത്? വെറുതെ മകൻ അങ്ങനെ ചെയ്തതല്ലേ, ഈ കാള ശരിക്കും പൂട്ടാൻ പറ്റണില്ല, അതുകൊണ്ട് ഇന്നെ കൊണ്ട് ഒരു കയ്യൂലാക്കാണ്. ഇയാൾ ആ സന്തോഷത്തിൽ ആ വിഷമത്തിൽ പറയാം. അപ്പൊ ഷെയ്ഖുന അവിടെ അകത്തിരിക്കുക. ഷെയ്ഖുനത് കേട്ട് പുറത്തൊരു എന്താണ് പ്രശ്നം വെച്ചു? കാള നടക്കണില്ല. ഏതാണ് ആ കാളാന്ന് ചോദിച്ചത്രേ. ആദർശേരിയ പറഞ്ഞ ഈ സംഭവത്തിന്റെ സാക്ഷി നേരെ ഇറങ്ങിയിട്ട് തൊഴുത്ത് കൊണ്ടിട്ട് ഇതാണ് കാളാന്ന്. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കാളന്റെ നേരെ ഷെയ്ഖുനെ കണ്ണിനിങ്ങനെ നോക്കി, എന്റെ അടുത്തുണ്ട് ആ ലേഖനം, ഞാൻ വേണ്ടിത്തരാം. നേരെ ഇങ്ങനെ നോക്കി, തുറച്ചു നോക്കിയ കാളന്റെ കണ്ണുക്ക് എന്തൊരു ദിക്റുണ്ട് ഷെയ്ഖുനാന്റെ നാവും മുമ്പിൽ. കാള അങ്ങോട്ട് നോക്കി, ഷെയ്ഖുന അങ്ങോട്ട് നോക്കി. 2 മിനിറ്റ് 2 മിനിറ്റ് ഇമ വെട്ടാത്ത നോട്ടം. എന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോയി പൂട്ടണമെന്നാണ്. കാളെ കൊണ്ടുപോയി പൂട്ടി നോക്കുമ്പോൾ ആ കാളയാണ് ഏറ്റവും ഉഷാർ നടക്കുന്നത്. ഏറ്റവും ഉഷാർ നടക്കുന്ന പിന്നെ ആ കാളയാണ്. എന്താ കാരണം? ഒരു ജീവിയെപ്പോലും, ഇത് കഥയല്ല, ഒരു ജീവിയെപ്പോലും ശരിക്കും നോക്കിയിട്ട് തെർബിയത്ത് ചെയ്യേണ്ട ഒരു കഴിവ് പടച്ചറപ്പാണ് കൊടുത്താൽ അത് കൊടുത്തു തന്നെയാണ്. ആ നോട്ടം കൊണ്ടാണ് ശരിയാവും. ചാപ്പനങ്ങാടി ബാപ്പുശ്രീർ അങ്ങനെ ഇരുന്നല്ലോ. പല മഹാന്മാരെയും ശരിക്കും തെർബിയത്ത് ചെയ്ത് അങ്ങനെയാണല്ലോ. ഞാൻ ആ കഥയിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പക്ഷേ മഹാന്മാരുടെ നോട്ടം മതി, ഒരു പറച്ചിൽ മതി, റസൂലുള്ളാഹിന്റെ ഒരു ഉടിയൽ മതി, ഒരു ഉപദേശം മതി, മനുഷ്യൻ നന്നാവും. അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തെരുമാറാവട്ടെ. എന്നോട് ശ്രദ്ധിച്ചോ? അങ്ങനെയൊരു മഹാനാണ് സമസ്ത കേരള ജമിയത്തിന് നമ്മുടെ തലപ്പത്തുന്നത്. ആ മഹാന്റെ ജീവിതം, പ്രവർത്തനം, അത് മുഴുവൻ നമുക്ക് പാഠമാണ്. അതിന്റെ ഇൽമിന്റെ ആഴം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇവിടെ ചിലരൊക്കെ പ്രസംഗിക്കാറുണ്ട്. ചില ആളുകൾ, ഞങ്ങൾ കണ്ണിയത്തിന്റെ ശിഷ്യന്മാരല്ല, ഞങ്ങൾ ശംസുലമയുടെ ശിഷ്യന്മാരല്ല, ഞങ്ങൾ ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാരുടെ ശിഷ്യന്മാരാണെന്നാണ് പറയാറുള്ളത്. അത്തരം ആളുകൾക്ക് ഒരു ഉപദേശം നിങ്ങൾ കൊടുക്കണം. ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതി വെച്ചൊരു ലേഖനമുണ്ട്, നന്ദിയുടെ സ്മരണികയിലുണ്ട്. ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ബാക്കിയാത്തിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ പ്രധാന ഉസ്താദായിരുന്ന ഷെയ്ഖ് ആദം ഹസ്രത്തുണ്ട്, അതുപോലെ ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്തുണ്ട്. ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്തിന്റെ നിർബന്ധ ക്ഷണപ്രകാരം ശംസുലമയെ അവിടുത്തെ മുദരിസായി കൊണ്ടുവന്നു. പഠിച്ചുപോയ ആളാ, ഷെയ്ഖുനായ മുദരിസായി കൊണ്ടുവന്നു. ഷെയ്ഖുന അവിടെ മുദരിസായി വന്നപ്പോ അദ്ദേഹം ഷറഹുൽ മവാഖിഫ് ക്ലാസ് എടുത്തപ്പോ ഞാൻ ആ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് ആ കിതാബ് ഞങ്ങൾക്ക് ഓതി തന്നത്. ആ കിതാബ് ഞങ്ങൾ അദ്ദേഹത്തിനാണ് പഠിച്ചത്. ആ ദർസ് വളരെ രസകരമായിരുന്നു. എഴുതിയതാരാ? ഓക്കെ ഉസ്താദ് ഷെയ്ഖുന ശംസുലമയുടെ ശിഷ്യനാണ്. അപ്പൊ ശംസുലമയുടെ ശിഷ്യത്തിലൂടെ അല്ലാതെ, കണ്യത്തിന്റെ ശിഷ്യനാണ് ശംസുലമ, അതിലൂടെ അല്ലാതെ കേരളത്തിലൊരു പണ്ഡിതനുമില്ല, ഒരു പണ്ഡിതനും വന്നിട്ടില്ല. അവരൊക്കെ കടന്നു വന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമയുടെയും കന്യത്തുസാന്റെ ശിഷ്യഗണത്തിലൂടെയാണ്. ആ ശിഷ്യന്മാരുടെ ഗുരുനാഥന്മാരായ 2 മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോ അവരെ തള്ളി പുതിയൊരു സംഘടന ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, എന്തിനാ അവരെ പുറത്താക്കാൻ കാരണം 2-3 ഉണ്ട്. വളരെ പ്രധാനമായി ഒന്ന്, ഇസ്ലാമിക ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മൊത്തത്തിലുള്ള വികാരം എന്താണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുകയും ബനാത്തുവാല ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ രാജീവ് ഗാന്ധി അത് ഏറ്റെടുക്കുകയും രാജീവ് ഗാന്ധി പറഞ്ഞ ബനാത്തുവാലയോട്, നിങ്ങളുടെ ബില്ല് ഞങ്ങൾ സ്വീകരിക്കുന്നു, അത് പ്രൈവറ്റ് ആക്കണ്ട, ഗവൺമെന്റ് കൊണ്ടുവരാം, പക്ഷെ നിങ്ങളുടെ വികാരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ടോ അത് ഞാൻ അന്വേഷിക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് യോഗം വിളിച്ചിട്ട് മൗലാന അബുൽ ഹസൻ അലി നദവി പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾ സംഘടിതരാ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ പിന്തുണ പേഴ്സണൽ ലോ ബോർഡ് വേണം, അതുകൊണ്ട് അതിന്റെ തലവൻ സമത്തയാണ്, സമത്തയുടെ തലവൻ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്, അദ്ദേഹത്തെ പോയി കാണണം. സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി. സേഡ് സാഹിബ് വന്നു, ശംസുലമയെ കണ്ടു, ശംസുലമക്ക് ബോധ്യപ്പെട്ടു, മുതലപ്പെടുത്തി യോഗം വെച്ചു. ഞാൻ നീട്ടി പറയേണ്ട കഥ ചുരുക്കത്തിലാ പറയുന്നത്. ആ യോഗത്തിൽ ഷെയ്ഖുനെ പങ്കെടുത്ത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് ഇവിടെ പ്രസംഗിച്ച പല ആളുകൾ. പരസ്യപ്രസംഗം, ആ പരസ്യപ്രസംഗം ഷെയ്ഖുനായെ ബലിച്ചു, സമത്തയുടെ തീരുമാനത്തെ ധിക്കരിച്ചു.
എല്ലാം കഴിഞ്ഞതിന് ശേഷം സമസ്തക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അവർ 3 കാര്യമാണ് പറഞ്ഞത്. എന്താ 3 കാര്യം? ഒന്ന്, സമസ്തയുടെ നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, സമസ്തയുടെ പ്രവർത്തനം നിർത്തിവെക്കണം, സമസ്തയുടെ പ്രവർത്തനം ഒരു റിസീവർ ഏൽപ്പിക്കണം. ഇതെന്താ? സമസ്തന്റെ നേതാക്കളെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ കണ്ണിയത്തിലും ശംസലമേലും വിശ്വാസമില്ല, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? സമസ്തന്റെ പ്രവർത്തനം നിർത്തിവെക്കണം, നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സമസ്തന്റെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം, ആരാ റിസീവർ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ശരിയാണോ? ഈ 3 കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ഈ സമസ്ത കേരള ജമിയത്ത് നമ്മുടെ ചരിത്രം ശരിക്കും പഠിക്കും. ഇതൊരു ആത്മീയ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനയിൽ പ്രധാനമായ സെക്രട്ടറിയാണ്. 90 കൊല്ലത്തെ ഈ സംഘടനയ്ക്ക് 4 സെക്രട്ടറിമാരുണ്ടായിരുന്നു. 90 കൊല്ലമായ സംഘടനയ്ക്ക് 4 സെക്രട്ടറിമാർ, ആകെ 4 എണ്ണം. അതിൽ 3ാമത്തെ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുലമ. 4ാമത്തേത് ചെറുശ്ശേരി ഉസ്താദ്, അദ്ദേഹം രോഗിയാണ്, അള്ളാഹു ശിഫാ കൊടുക്കുമാറാവട്ടെ. ഇങ്ങനത്തെ സംഘടന ദുന്യാവ് കാണുകൾ. ഇങ്ങനത്തെ ഒരു സംഘടന കാര്യദർശിമാർ 4 എത്തിയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് പുതിയൊരു സെക്രട്ടറി വന്നു പോയിട്ടില്ല. നമ്മുടെ സെക്രട്ടറി ശംസുലമ മരിച്ചു പോകുന്നത് 96ലാണ്. 96 മുമ്പ് 89 വരുമ്പോ എന്തിനാ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? എന്തിനാ കേസ് കൊടുക്കാൻ പോയത്? ഈ കേസ് കൊടുത്ത ആളുകൾ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളും കൂടി നിങ്ങൾ പഠിക്കണം. അവർ ഈ ഉമ്മത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? അവർ ചെയ്ത പ്രവർത്തനം മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ പ്രയാസം ഉണ്ടാക്കി? ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ അവർ ചെയ്ത പ്രവർത്തനത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമതായി, മഹല്ലത്തിലൊക്കെ പുതിയ കാദിമാരെ പോസ്റ്റ് ചെയ്തു. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? രണ്ടാമതായി അവർ ചെയ്ത പ്രവർത്തനം എന്താ? ഈ കാദിമാരെ വെച്ചിട്ട് മാസം ഉറപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ശാബ്ദങ്ങൾ മാസം ഉറപ്പിച്ച് കേട്ട് പഠിച്ചവരാ. പിന്നെയോ കുവൈത്തിൽ പോയി കരാറുണ്ടാക്കി. ആദർശരംഗത്തോ 8 നിസ്കരിച്ച് തറാവീഹുന്നത് സുവിദിതമാണ്. ഒരു പള്ളിയിൽ പോയി സ്ത്രീകൾക്ക് അവർ ഖുത്ബ കൊടുത്തു പോകാൻ നേതാവ് എന്നുള്ളത് ശരിയാണ്. നമ്മളൊന്ന് ആരോപിക്കല്ലോ. ഇവിടെ നടന്ന സംഭവം റസ്മുൽ ഉസ്മാനി വിവാദം ഉണ്ടാക്കി. വലിയ വിവാദം റസ്മുൽ ഉസ്മാനി. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ വിവാദം ഒരു മഹല്ലിൽ ഒതുങ്ങേണ്ട വിഷയം ത്വലാഖ് സംവാദം, അത് കത്തിച്ചു. എന്നിട്ട് പണ്ഡിതന്മാരെ വില കുറച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ വലിയ മുടി കൊണ്ടുവന്നു, ചട്ടി കൊണ്ടുവന്നു, പൊടി കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ സമൂഹത്തിൽ വിവാദം ഉണ്ടാക്കിയ പ്രശ്നമല്ലേ? എന്നിട്ട് പിരിവെടുക്കാൻ ഞാനൊരു ചെറിയ ചോദ്യങ്ങളോട് ഇവിടെ നമ്മുടെ വിശുദ്ധിയുടെ, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു വിശുദ്ധി കൊണ്ടല്ലേ? ഇപ്പോ ഏകദേശം ഒരു മാസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചത് കാടാമ്പുഴ സ്വദേശിയായ മുഅല്ലിം, അയാൾ മധുരയിൽ പോയി ചികിത്സിച്ചിട്ട് കണ്ണിന്റെ രോഗം ഇനി സുഖപ്പെടൂല, കാഴ്ച തിരിച്ചു കിട്ടൂല എന്ന ഡോക്ടർമാർ വിധി ചെയ്ത് ഞരമ്പൊക്കെ വീക്ക. അയാൾക്ക് ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല. അയാൾ തിരിച്ചു പോന്നു. മജ്ലിസുന്നൂർ പങ്കെടുത്തു. മജ്ലിസുന്നൂറിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുആയിൽ പങ്കെടുത്തു. അയാൾക്ക് കാഴ്ച തിരിച്ചെത്തി. പത്രത്തിൽ വാർത്ത വന്നു. ഒരു വാർത്ത കൊടുത്ത് നമ്മളത് അവസാനിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഹോദരന്മാരായ കൂട്ടരാണെങ്കിൽ ആ സാധു മനുഷ്യനെ തൂക്കി പിടിച്ച് ദുന്യാവാകെ പിരിവ് നടത്തിയിട്ട് പിരിവ് ആഘോഷിക്കൂലേ? നമ്മൾ ചെയ്തോ? എന്താ ചെയ്യാത്തത്? എന്താ നമുക്കറിയാം. ബദരീങ്ങളെ ശരിക്കും മനസ്സുറപ്പ് പിടിച്ചാ ഉറപ്പേ. മോയിൻകുട്ടി വൈദ്യർ വരെ പറഞ്ഞല്ലേ, ഹാരിസായ കരുത്ത് കൊണ്ടു വിളിത്തു മൻബദരീങ്ങളാ, ഹാദിറുണ്ട് വിടത്തിലും തന്മുറാത് പോൽക്ഷണം ഹാസില. മോയിൻകുട്ടി വൈദ്യരെ പറയുന്ന കാര്യമാണത്. ബദരീങ്ങളെ ശരിക്കും വിളിച്ചാൽ ബദരീങ്ങൾ വരും, അത് പൂർത്തിയാക്കി തരും, ഉറപ്പല്ലേ? പിന്നെ അയാളെ കൊണ്ടുവരുന്നത് പിരിവെടുത്തണോ? നേരെ മറിച്ച് മറുപക്ഷമാണെങ്കിൽ പിരിവ് നടത്തിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആദർശ വിശുദ്ധി എവിടെയുണ്ടെന്ന് ശരിക്കും പഠിക്കണം നിങ്ങൾ. എവിടെയാണ് ആദർശ വിശുദ്ധി ഉള്ളത്? ആ ആദർശ വിശുദ്ധിക്കൊപ്പം നിൽക്കണം നിങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ ഒരുപാട് കാര്യം നിങ്ങളോട് പറയേണ്ടായിരുന്നു. എന്നാലും പറഞ്ഞതൊക്കെ കാര്യമായതുകൊണ്ട് എനിക്കതിൽ യാതൊരു ഖേദവുമില്ല. ഇത് സംഘടിപ്പിച്ചത് ഭദ്രമായിട്ടുണ്ട്. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒറ്റ കാര്യം പറഞ്ഞു, വേറെ വിഷയം പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇത് നോക്ക്, CH ഹൈദ്രോസ് ഉസ്താദ് നിങ്ങൾക്കറിയാലോ. അദ്ദേഹം ഒരു സാത്വികരായ പണ്ഡിതരായിരുന്നു. ഈ ഹൈദ്രോസ് ഉസ്താദിന്റെ ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞെന്നൊരു സംഭവം സ്മരണീയമുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സമത്തിൽ ഉറച്ച്, ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെ നിൽക്കണമെന്ന് പറയാൻ വേണ്ടിയില്ല. നമ്മൾ എവിടെ നിൽക്കണം നമ്മൾ തീരുമാനിക്കണമല്ലോ. ഈ CH ഹൈദ്രോസ് ഉസ്താദിക്ക് വളരെ പ്രയാസകരമായ സംഭവം ജീവിതത്തിലുണ്ടായി. അതിന്റെ കാരണം 1967 അഖില കേരള ജമിയത്തുലമ വന്നപ്പോ ഹൈദ്രോസ് ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് അഖിലേ പോയി എന്ന് മാത്രമല്ല, ഉസ്താദ് വെളിയിൽ പ്രവർത്തിക്കണം എന്നാണ്. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടെന്താ? ഉസ്താദ് പറഞ്ഞത് ഇപ്പൊ ധിക്കരിക്കാൻ എന്തായാലും പറ്റുമല്ലോ. ഇവിടെ ഉസ്താദുമാരും മുത്താലിമീങ്ങളാവുമ്പോൾ ധിക്കരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ശരിക്കറിയാലോ. അതേ സമയത്ത് ഉസ്താദ് പറഞ്ഞത് കേട്ട് അഖിലയിൽ പ്രവർത്തിച്ചാൽ ഇക്കാലം അത്രയും പ്രവർത്തിച്ച സമത്തയിൽ പ്രവർത്തിക്കാനും പറ്റൂല. അതിനേക്കാൾ വലിയ സങ്കടം തന്നെ, വലിയ പ്രയാസമായി, മനസ്സിൽ വലിയ ടെൻഷനായി, ഇടങ്ങാറായി. ഒരു മനുഷ്യൻ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ സംഘടനയിൽ അയാൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ വേറെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഉസ്താദ് പറഞ്ഞുണ്ടാവുന്ന ഇടങ്ങേറ് നോക്കിയാണ്. ആ ബുദ്ധിമുട്ട് കൊണ്ട് ബഹുമാനപ്പെട്ടവർ കരഞ്ഞുപോയി. എന്ന് കിടന്നുറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവസാനം ചാപ്പനങ്ങാട് ഉസ്താദിനെ കണ്ടു ഒരു അഭിപ്രായം ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നോക്കുമ്പോ ചാപ്പനങ്ങാട് ഉസ്താദ് ഈ സമയത്ത് ഹൽവത്തിലിരിക്കുകയാണ്.
കോട്ടക്കലെ പാസ് മൂപ്പരൊക്കെ അങ്ങനെ ഉണ്ടാകുന്നു. എടങ്ങേറായി. ഈ സന്ദർഭത്തിൽ ഐദുറസുലെ അവസാനം തീരുമാനിച്ചുത്തരെ എന്ത് വന്നാലും വേണ്ടില്ല, ഉസ്താദിനോട് പറയാതെ നിവൃത്തില്ല, മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാൻ പോയി പറഞ്ഞു പോരാണ്, അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തിവെക്കുക. ഉസ്താദ് പറഞ്ഞ പോലെ അഖിലി പോകാൻ പറ്റൂല, എന്നാൽ ഉസ്താദിനെ ധിക്കരിച്ച് ഈ സമത്തി പ്രവർത്തിക്കാനും പറ്റില്ല, രണ്ടും വേണ്ട, ദർശെടുക്കുക. ഇതൊക്കെ നിർത്താനുള്ള മനസ്സ് തീരുമാനിച്ച് നേരെ ഒരു ദിവസം രാത്രി പാലപ്പുറ പള്ളിയിലേക്ക് നേരെ നടന്നു. പാലപ്പുറ പള്ളിക്ക് നേരെ നടന്നു. പാലപ്പുറ പള്ളിക്ക് നേരെ നടന്നു നോക്കുമ്പോൾ പടച്ച റബ്ബിന്റെ ഒരു മഹത്വം നോക്കണം നിങ്ങൾ. അള്ളാഹു കാണിച്ചൊരു ഒരു അത്ഭുതം. നേരെ ചെല്ലുമ്പോൾ ഐദ്രോസുസിലേർ പറയാൻ, ഹൽവത്തിൽ റൂം അടച്ച് ആരും കാണാതിരിക്കുന്ന മനുഷ്യൻ പൂമുഖത്ത് വാതിലിന്റെ ഒരു പൊടി തുറന്നു വെച്ച് ഐദ്രോസുലേരെ കാത്തുകനെ നിൽക്കുക. ഒരാളോട് വരാൻ പറഞ്ഞിട്ട് കാത്തു നിൽക്കണ പോലെ നേരെ ചെന്ന് ഐദ്രോസുസിലേർ അസ്സലാമു അലൈക്കും എന്നാണ്. ചാപ്പനങ്ങട് ഉസ്താദ് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഐദ്രോസുലേർ ഒന്നും മിണ്ടിയില്ല. ഈ നൃത്തം കണ്ടപ്പോൾ ഐദ്രോസുലേക്ക് അന്തം വിട്ടത്. ഹൈദ്രോസിലേറെ തോളത്ത് കൈവച്ച് ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു അത്രേ, ഇത് സമസ്തയാണ്, മഹാന്മാരുണ്ടാക്കിയ സംഘടനയാണ്, അതിൽ ഉറച്ചു നിൽക്കുക, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും എന്നാണ്. അദ്ദേഹം അതൊക്കെ പോവുകയും ചെയ്യും. ഇത് പറയാനായിട്ട് ആ മുറ്റത്തേക്ക് അദ്ദേഹം ഇറങ്ങി നിന്നു. ആലോചിച്ചു, എന്താ പറഞ്ഞ വാക്ക്? ഇത് സമസ്തയാണ്, മഹാന്മാരുണ്ടാക്കിയതാ, ഉറച്ചു നിൽക്കുക, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും. ആ ഏത് നാവ് കൊണ്ടാണ് ഈ പറഞ്ഞറിയെങ്കിൽ ആ നാവിന്റെ കട്ടിയും അതിന്റെ സവിശേഷത നിങ്ങൾ മനസ്സിലാക്കണം. ആ നാവിന്റെ ബലം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മുത്താലിമികളായി നാട്ടുകാരാണോ? നമ്മുടെ നാട്ടുകാരോട് ഞാൻ ആളെ വെച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോട്ടക്കലൊന്ന് പോയി എന്നാ മതി. നിങ്ങൾക്കറിയോ ചെമ്മുക്കം കുഞ്ഞാപ്പാജിനെയും സോപ്പിൽ കുഞ്ഞാപ്പാജിനെയും കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, ആ രണ്ട് മഹാന്മാർ. ആ രണ്ട് മഹാന്മാർ ഈ ചാപ്പനങ്ങാട് ഉസ്താദിന്റെ മഹത്വം ഞാൻ പറയുന്നത് മനസ്സിലായിക്കോ. ആ ഏത് നാവ് കൊണ്ടാണത് പറഞ്ഞത്? ഈ രണ്ട് മനുഷ്യന്മാര് ചാപ്പനങ്ങാട് ഉസ്താദിന്റെ കൂടെ ഏർവാടി കീളക്കര സിയാറത്ത് കഴിഞ്ഞിങ്ങനെ മടങ്ങ് ഒരു കാറിന്. ആ കാറിൽ ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ കൂടെ കാറ് വരുമ്പോ, കാർ മെല്ലെ പോണുള്ളൂ, ആ കാറിങ്ങനെ വരുന്ന സമയത്ത് കളിക്കുന്ന കുട്ടികൾ ഊടുവഴി നിന്ന് പെട്ടെന്ന് ചാടി ഒരു കുട്ടിക്ക് കാറ് മുട്ടി, കുട്ടി കാറിന് മേലെ, കുട്ടി കാറിന്റെ ഉള്ളിലായി. കുട്ടിക്ക് കാറ് തട്ടി, കുട്ടി കാറിന്റെ ഉള്ളിലാ. ചാപ്പനങ്ങാട് ഉസ്താദ് കാറിലുണ്ട്, തോപ്പിൽ കുഞ്ഞാപ്പാജി ഓടിക്കുന്നുണ്ട്, ചെമ്മക്ക് കുഞ്ഞാപ്പാജി ചാപ്പനങ്ങാട് ഉസ്താദിന്റെ കൂടെ ഉണ്ട്. ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു തരേ, വണ്ടി നിർത്തണ്ട വിട്ടോ. ഒരു കുട്ടിക്ക് തട്ടിയിട്ട് വണ്ടി വിടേ. ഡ്രൈവ് ചെയ്യുന്ന കുഞ്ഞാപ്പാജിക്ക് കഴിഞ്ഞില്ല, വണ്ടി യാന്ത്രികമായി നിന്നു, ചവിട്ടി നിർത്തി. അങ്ങനെയാണ് പേടിച്ചാൽ ആൾക്കാരൊക്കെ ഓടിക്കൂടി വണ്ടി വരടിക്കലും ബഹളവും. ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു, കുട്ടീനെ വണ്ടിയിലൂടെ നിർത്തി നോക്കാൻ. കുട്ടി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേടിച്ചിരിക്കുക. കുട്ടിനെ വലിച്ചു നോക്കുമ്പോൾ കുട്ടിക്ക് മുട്ടിയ അടയാളമില്ല, വേദനയില്ല, ഒടിവില്ല, ചതവില്ല, ഒരു ചുക്കുമില്ല. കുട്ടി ശരിക്കും നടക്കുന്നു, സംസാരിക്കുന്നു. ഉസ്താദ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വണ്ടി നിർത്തണ്ട, അള്ളാഹു ഒന്നും സംഭവിപ്പിക്കൂലാണ്. ഈ സംഭവത്തിന് നേർ സാക്ഷികളായ രണ്ട് മനുഷ്യന്മാരെന്ന് പോയി ചോദിച്ചിട്ട് പറ. വളവന്റെ ഒരു ബാഫക്കീത്തിങ്ങാലെ കുട്ടികൾ പ്രസിദ്ധീകരിച്ച സൊവനിൽ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. ഐദ്രോസുസിലെ ഒരിക്കലും ഇത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോപ്പിൽ കുഞ്ഞാപ്പാജിയോടും ചെമ്മക്ക് കുഞ്ഞാപ്പാജിയോടും ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രണ്ട് മനുഷ്യന്മാര് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാ. വണ്ടി കുട്ടിന്റെ മേലെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല, വണ്ടി വിട്ടോന്നാ പറഞ്ഞത്. ആ നാവുള്ള കറാമത്തിന്റെ ഉടമയായ ചാപ്പനങ്ങാട് ഉസ്താദാ പറഞ്ഞത് ഐദ്രോസുലരോട് ഉറച്ചു നിൽക്കണം ഈ സമസ്തയിൽ. ആ ഐദ്രോസുലർ ഏത് സമസ്തയിലാണ് ഉറച്ചുന്നത്? അദ്ദേഹം മരിക്കും ഏത് സമസ്തയിലായിരുന്നു? ആ ഏത് നാവ് കൊണ്ട് പറഞ്ഞത് അദ്ദേഹം കേട്ടത്? അവിടെ നിൽക്കാതെ അതിന്റെ അപ്പുറത്ത് പൊറാട്ട് നാടകം നടത്തി സമത്തെന്ന് പറഞ്ഞ് വെറുതെ സമൂഹത്തെ വഞ്ചിക്കുന്ന ഏർപ്പാടുണ്ടാക്കി ആര് വന്നാലും ശരി നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. ചിലപ്പോൾ കൈമടക്ക് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ചെയ്തെന്നു വരും. നിങ്ങളെ നാട്ടിൽ നിന്നൊക്കെ മുത്തഅല്ലിമീങ്ങളെ കോരി പിടിച്ച് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യത, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരൊറ്റ മുത്തഅല്ലിമും ഈ വളഞ്ഞ വഴിക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കാണ്, ഖുദിദ്ദീന അനില്ലദീന ഇസ്തഖാമു. നേരെ നിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഓദിക്കോ, നേരെ നിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഓദിക്കോ. വലാ തഖുദ് അനില്ലദീന മാലു. സമത്വകേരള ജമിയത്തുലമയെ ധിക്കരിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ജാതിന്റെ ദർശിൽ വെറുതെ പോണ്ട. ചിലപ്പോൾ തലക്കെട്ടിന് നീളുണ്ടാവും, ജുബ്ബ കാലിന്റെ അടി വരെ ഉണ്ടാവും, നമുക്ക് അവരെ പൈസയും കിട്ടും, പണവും കിട്ടും, ഒക്കെ ഉണ്ടാവും. ഒന്നും നോക്കണ്ട, ഭൗതികതയല്ലത്, ദുന്യാവിലെ സൗകര്യമല്ല കൂട്ടരെ വലുത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഐദ്രോസുല വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയോ, കുറ്റിപ്പുറത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ താഴത്തൊരു പള്ളിയുണ്ട്, പഴയ വഴിക്ക. ആ പള്ളിയിൽ ഒരു ദിവസം CH ഐദ്രോസ് മുസ്ലിയാർ എവിടുന്നോ ഒരു യോഗം കഴിഞ്ഞിട്ട് രാത്രി 9 മണിക്ക് അവിടെ എത്തി. അപ്പോ ഡ്യൂട്ടിയിലുള്ള ഉസ്താദ് അവിടെ ഇല്ല. സാധാരണ ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്ന ഒരു ഇമാമുണ്ടല്ലോ, അയാളില്ല. അയാൾ ഏതോ ഒരു മുത്താലിമിനാക്കിയതാ. ഈ മുത്താലിമാണെങ്കിൽ ഐദ്രോസുലത് അറിയില്ല, ഐദ്രോസുല. ഉസ്താദ് വന്നു. ഉസ്താദ് അവിടെ വന്നിട്ട് പള്ളിയിൽ കയറി സാധു നിസ്കരിച്ചു, ജമാഅത്ത് കഴിഞ്ഞു. അപ്പൊ ഈ കുട്ടി പള്ളി അടക്കാൻ കാത്തിക്കുക. അപ്പൊ ഉസ്താദ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ഉസ്താദ് മെല്ലെ അവിടെ കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഉസ്താദ് പള്ളി കിടക്കാൻ പറ്റൂല, ഇതൊരു മുസാഫിറാന്നേ കുട്ടി എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എന്നാ വേണ്ട, ഞാനൊരു പായെടുത്തിട്ട് പുറത്ത് കിടന്നോളാം. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, പള്ളിയിൽ നിന്ന് പായെടുക്കാൻ പറ്റൂല. എന്നാ ഐദ്രോസ് ഉസ്താദിനെ പറഞ്ഞാൽ മതി, ഞാൻ ഐദ്രോസുല. എന്നാ കുട്ടി സമ്മതിക്കും.
ഒന്നും പറഞ്ഞില്ല, ഒന്നും അറിയിച്ചില്ല. കുട്ടി വാതിലടച്ചോ, കുട്ടി അടച്ചുപോയി. ഉസ്താദ് തന്റെ കൈയുള്ള ലോലമായ ഓയിൽ മുണ്ടെടുത്തിട്ട് ഹൗദിന്റെ കരയിൽ നനഞ്ഞ സ്ഥലത്ത് വിരിച്ചിട്ട് തന്റെ ബാഗിൽ നിന്ന് സ്വലാത്തിന്റെ എടുത്ത് പുറത്തു വെച്ചിട്ട് അത് തലക്ക് വെച്ച് കിടന്നുറങ്ങി. ഈ കുട്ടി സുബഹിക്ക് പള്ളി തുറക്കാൻ വരുമ്പോ ഉസ്താദ് ആ ഹൗദിന്റെ കരയിൽ നനഞ്ഞ സ്ഥലത്ത് തന്റെ മുണ്ട് വിരിച്ചിട്ട് തൊപ്പി തലയിൽ വെച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാം. കുട്ടി പള്ളി തുറന്നപ്പോ പള്ളിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചു. നാട്ടിലെ ആൾക്കാർ സുബഹിക്ക് വന്നു. അവർ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി, ദ്വാരക്കാൻ പറയാൻ തുടങ്ങി, മുത്താൻ തുടങ്ങി. കുട്ടിക്ക് പേടിയായി. ഇതാരാന്ന് രഹസ്യം അന്വേഷിച്ചു. അത് സമത്വയുടെ ആലിമായ എതിർസുസ്ലിയാരാ. കുട്ടി അന്തം വിട്ടുപോയി. കുട്ടി ചെന്നിട്ട് ഉസ്താദിന്റെ മുമ്പ് ചെന്നിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ പഴച്ചതാണ്, ഉസ്താദ് അന്ന് ഞാൻ അറിഞ്ഞില്ല, ഉസ്താദ് ഒന്നും പറഞ്ഞതുമില്ലല്ലോ. ഉസ്താദ് ആ കുട്ടിന്റെ തലയിൽ കൈവച്ച് ദ്വാരന്ന് പറയും. തലയിൽ കൈവച്ച് ദ്വാരന്ന്, മോനെ നീയാണ് ശരിക്കും ജോലി ചെയ്യുന്ന കുട്ടി, നിനക്ക് അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. ആരെങ്കിലും വന്നാൽ പള്ളി കടത്താൻ പറ്റൂല, ആരെങ്കിലും പായി ചോദിച്ചാൽ കൊടുക്കാനും പറ്റൂല, നീ നിന്റെ ജോലി ശരിക്കും ചെയ്തിട്ടുണ്ട് എന്ന് ആ കുട്ടിയെ അഭിനന്ദിച്ചു. കണ്ടോ, പുറത്ത് കിടക്കാൻ അദ്ദേഹത്തിനൊരു മടിയുണ്ടായില്ല. ആ മഹാനായ മനുഷ്യന് ഞാൻ ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ കിടക്ക വിരിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ അവിടുത്തെ സമ്പന്നന്മാർ വീട്ടിൽ കൊണ്ടുപോയി AC റൂം കിടത്തും. ദുന്യാവിലെ കുറഞ്ഞതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ ഒരു കവിത എഴുതി കണ്ടങ്ങള്, ഒരു കിഫായത്തിന്റെ കതിർ കൊണ്ട്, ഒരിത്തിരി കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വലിയ മനുഷ്യൻ. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഒരിത്തിരി കൊണ്ട് തൃപ്തിപ്പെടുത്തു. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മതീലി യുഇറു ഖായിഫിൽ ഉമ്മത്തി. അദീമുൽ മതീൽ, തുല്യതയില്ലാത്ത മനുഷ്യനായിരുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ മുമ്പിൽ നിന്നത്. അങ്ങനത്തെവരാ നമ്മളെ മുമ്പിൽ നിന്നത്. നമ്മളെ നേതാക്കളാരും കാറിന്റെ വലിപ്പോ, സഞ്ചരിച്ച രാജ്യത്തിന്റെ വലിപ്പോ, അവരെ സ്വീകരിച്ച നേതാക്കന്മാരെ മഹത്വം പറഞ്ഞിട്ട് സമത്വ വളർത്തിയിട്ടില്ല. അവരൊക്കെ തവാളുവിന്റെ താഴ്ന്ന പടിയിൽ നിന്നുകൊണ്ട് സമത്വ വളർത്തിയതാണ്. അവരെ ജീവിതം അങ്ങനെയാ, അവരെ ക്രമം അങ്ങനെയാ. ഓരോന്നും പഠിക്കും നിങ്ങൾ. ഒരുപാട് സമയം വേണം. എന്നാൽ നമ്മുടെ ഓരോ നേതാക്കളെ കുറിച്ചും പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ കൽബില് ഈ പ്രസ്ഥാനത്തോടൊരു മതിപ്പ് വരും. ഇത് അന്തസ്സോ പ്രൗഢിയോ കാണിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന മേഖല ഒരിക്കലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അഥവാ നിങ്ങൾക്കൊരു അപകർഷതാ ബോധം ഉണ്ടാകേണ്ട മേഖലയല്ല. കാരണം നമ്മൾ ആരാണ്ടതാണ് തിന്നുന്നത് എന്ന ഒരു അപകർഷതാ ബോധം നിങ്ങൾക്ക് വേണ്ട. കാരണം എന്തുകൊണ്ട്? നമുക്ക് അവകാശപ്പെട്ടത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നികുതിപ്പെടുത്തുന്ന ശമ്പളം വാങ്ങുന്നത്, പഠിക്കുന്നത് നികുതിപ്പെടുത്തുന്ന, നാട്ടുകാരെ പൈസ ഇല്ലാതെ ഒരുത്തനും പഠിച്ചിട്ടില്ല, ഡോക്ടറില്ല, എഞ്ചിനീയറില്ല, ആരുമില്ല. അവരെല്ലായിടത്തും കൂടി തിന്നുന്നു. നിങ്ങളോ തൃപ്തിപ്പെട്ടവർക്ക് മാത്രം തിന്നുന്നു. നിങ്ങൾ തന്നെ നല്ലത്. അത്രേ ഉള്ളൂ. നമ്മൾ തൃപ്തിയുള്ളവർക്ക് മാത്രം തിന്നുകയാണ്. അവർ ഒരു മുത്തഅല്ലിം സമൂഹത്തിൽ ചെയ്യുന്ന സേവനം ചെറുതല്ല. സമയത്തിന്റെ ആ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് മറ്റൊരിക്കലാകാം. പടച്ച റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഖൈറാക്കി തെരുമാറാവട്ടെ. ഇത് സംഘടിപ്പിച്ച ജമിയത്തുൽ മുഅല്ലിമീന്റെ നേതാക്കൾക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. നല്ല പ്രോജ്വലരായ ദീനീ ദഅവത്തിനെ പറ്റിയ പണ്ഡിത പ്രതിഭകളെ വളർന്നു വരാൻ അല്ലാഹു ഈ സദസ്സിലുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ ഭക്ഷണം കൊടുത്തവർ ഒരുപാട് ആളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എനിക്കറിയാം, ഒരാളോട് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം, മുത്തഅല്ലിമീങ്ങൾക്കല്ലേ, ഞാൻ റെഡി. ആ രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായ ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറും ബർക്കത്തും ഇസ്സത്തും പ്രതിഫലം നൽകുമാറാവട്ടെ.